നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ സെഷൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്താ ഇന്നത്തെ സ്പെഷ്യാലിറ്റി? ആർക്കൊക്കെ പറയാൻ പറ്റും? ഹലോ, യാ, ടുഡേ ഈസ് സൺഡേ. സോ പറഞ്ഞതുപോലെ എന്താണ് സൺഡേയിലെ പ്രത്യേകത? എന്താ? ഇറ്റ്സ് മീ, റിയൽ മീ. ആർ യു എക്സൈറ്റഡ്? Are you excited? Are you excited? If you are excited, just comment down. If you are excited, just comment down. Okay. അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഉമൈവാൻ, are you there? Yes. Yes, sir. Good All morning, sir. Good morning. Good morning. Good morning. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ബാച്ച് 5-ൽ നിന്നാണ് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? ബാച്ച് 5 ആണോ? Yes, sir. ബാച്ച് Batch 5. 5. ബാച്ച് 5. ഓക്കെ. സോ ഹീലിംഗ് ജേർണിയിലേക്ക് കിടക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് എന്താണ് നിങ്ങളെ ഹീലിംഗ് ജേർണിയിലേക്ക് എത്തിച്ചത്? നമ്മുടെ ഒരു കോഴ്സിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് നിങ്ങൾ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. അപ്പൊ അതിന് മുൻപ് തൊട്ട് മുൻപായിട്ട് നമുക്കൊന്ന് വെച്ചാൽ മാം എന്താ ചെയ്യുന്നത്, മാം എവിടെയാണ് സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. Good morning, sir. Good morning, ma'am. എൻ്റെ പേര് ഉമൈവ. ഞാന് പാലക്കാട് ഷൊർണൂരാണ് എൻ്റെ വീട്. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. പിന്നെ ഹസ്ബൻഡ് 2 കുട്ടികള്, ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ഉമ്മയുണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടിലും ഉമ്മയും വാപ്പയും പിന്നെ 4 അനിയന്മാരും ഉണ്ട്. ഇത്രയാണ് എൻ്റെ ഫാമിലി. പിന്നെ ഞാനിപ്പോ കോളേജിൽ പ്രൊഫസർ ആണെങ്കിലും എൻ്റെ ഫാമിലി ലൈഫിൽ എനിക്ക് നമ്മുടെ ചെറുപ്പത്തിൽ കുറെ ട്രോമാസ് ഉണ്ട്. ട്രോമാസ് ഹീലിംഗ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഷാഫി സാറെ ക്ലാസ്സിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ വേർഡ് തന്നെ മനസ്സിലാവുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചെങ്കിൽ, എനിക്ക് ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് വന്നാൽ ഞാൻ കോളേജിൽ ഹാപ്പി ആവും. ഇനി കോളേജിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്ത് ഹാപ്പി ആവും, അതല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് ഹാപ്പി ആവും. അങ്ങനെയായിരുന്നു. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ മുണ്ടുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും. അതായത് ഞാനത് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നെ എന്തിനാ അങ്ങനെ കുറ്റപ്പെടുത്തുന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. എന്നിട്ട് ആ ഒരു ഇത് കുറേ ദിവസം 2-3 ദിവസം കൊണ്ട് നടക്കും. അപ്പൊ എപ്പോഴും ഹസ്ബൻഡുമായിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം, ഹസ്ബൻഡ് എപ്പോഴും നമ്മളോട് ഇതെന്തിനാ അങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇത്രയും ചെയ്തു കൊടുത്തിട്ട് നമ്മളെന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അപ്പൊ നമുക്ക് ഇവിടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ കോളേജിൽ ചെന്നാലും നമുക്ക് സ്റ്റുഡൻസിനോട് ഇല്ലെങ്കിലും നമ്മളോട് കുറച്ചും കൂടി അടുത്ത് വരുന്ന സ്റ്റാഫിനോട് നമുക്ക് ഇങ്ങനെ ഈ ഒരു ദേഷ്യം അവിടെ ഫീൽ ചെയ്യും. നമുക്ക് അടുപ്പുള്ളവരോടാണ് ദേഷ്യം ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ സങ്കടം കാണിക്കില്ല, ദേഷ്യമായിട്ട് അവരെന്തെങ്കിലും പറയുമ്പോഴേക്കും അവരും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു മുൻകൂട്ടി ധാരണയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനങ്ങനെ വീട്ടിലും കോളേജിലും അങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് എൻ്റെ ബ്രദേഴ്സ് അവർ നല്ല സപ്പോർട്ടാണ്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ എല്ലാ ദിവസവും സാറ് പറയുന്ന പോലെ ഈ പാരായം പഴച്ചില് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോ അവര് കേട്ടിട്ട് അവര് ജസ്റ്റ് അടുത്ത നമുക്ക് സന്തോഷമുള്ള വല്ല കാര്യങ്ങളും ചോദിക്കും, വെക്കും. പിറ്റേ ദിവസം ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് മറന്നിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു. അപ്പൊ കുറെ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിനൊരു സൊല്യൂഷനും ഇല്ല. പക്ഷെ അവര് പറയുന്നതിന് അവർക്കിപ്പോ നമ്മളിപ്പോ ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്തു പറഞ്ഞ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എൻ്റെ പെങ്ങൾ എങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാനൊന്നും ഉള്ള ഒരു ഇതില്ല. അവർ അരിയന്മാരാണ്. അപ്പൊ അവർക്ക് അളിയനോട് ഒരു റെസ്പെക്ട് ഉള്ളത് കൊണ്ട് അവര് അങ്ങനെ പറയുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാവുമ്പോ എൻ്റെ മോളിപ്പോ 8th കഴിഞ്ഞ 9th അപ്പൊ എനിക്ക് ഇങ്ങനെ സങ്കടം വരുന്ന സമയത്ത് ഞാന് ബെഡ് പോയി കിടക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മോള് വന്നിട്ട് ചോദിക്കും എന്താ. അപ്പൊ മോളിത് കേട്ടാ മോൾക്ക് മനസ്സിലാവും വാപ്ചി എന്തിനാ അങ്ങനെ പറയുന്നേ, വാപ്ചി ഇങ്ങനെ പറയണ്ട, അങ്ങനെ ഫീലിംഗ് വരും.
പിന്നെ ഇനി അതല്ലാന്നുണ്ടെച്ചെങ്കിൽ കോളേജിൽ നിന്നുള്ള കാര്യങ്ങൾ വന്ന് അവളും പറയും ഞാനും പറയും. പറയുന്ന സമയത്ത് നമ്മള് എപ്പോഴും ഇങ്ങനെ സങ്കടം മാത്രം സന്തോഷം ഉണ്ടാകുമ്പോ പറയും. പക്ഷെ അതിലുപരി നമ്മൾ കാണുന്നത് എപ്പോഴും നമ്മൾ നോക്കി കാണുന്നത് സങ്കടത്തിലേക്ക് മാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 2023 ഫെബ്രുവരിയിൽ ജനുവരിയിൽ എനിക്ക് കോളേജിൽ നിന്ന് വളരെ വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കിട്ടി. പക്ഷെ ആ സമയത്ത് എൻ്റെ ബ്രദേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഒരു കോളേജ് കണ്ടിട്ടല്ല നിന്റെ വാപ്പ പഠിപ്പിച്ചിട്ടുള്ളത്. നിന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോളേജോ അതല്ലെങ്കിൽ ഇങ്ങനെ കുറെ നിനക്ക് ഇങ്ങനെ ഒരു ജോലിയാണ് കിട്ടുക എന്നുള്ളത് ഒന്നും ഇതായിട്ടല്ല നിന്റെ വാപ്പ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് നീ മനസ്സിലാക്കുക. ഒരാള് നമുക്ക് അവര് പറയുന്നത് മാത്രമല്ല. പക്ഷെ ഞാൻ 17 വർഷം അവിടെ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ കോളേജുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ ഒരു മാസം ഫുഡ് കഴിക്കും, നിസ്കരിക്കും, കടന്നുറങ്ങും, ഫുഡ് കഴിക്കും, നിസ്കരിക്കും, കടന്നുറങ്ങും. കോളേജിൽ പോകും ഹാപ്പി ആയി അഭിനയിച്ചിട്ട്, സാറ് പറയുന്ന പോലെ അഭിനയിച്ചിട്ടാണ് ഞാൻ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ഈ വിഷമം ഉള്ളിലുണ്ട് എന്നുള്ളത് ആരോടും പറയാനൊന്നും നമ്മൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നതിന് ശേഷം ഞാനൊരു ദിവസം ഫേസ്ബുക്കിലാണ് ഞാൻ സാറുടെ ഈ ഒരു വീഡിയോസ് കണ്ടത്. അത് ഞാനൊരു നവംബർ 23 ആ ഒരു സമയത്താണ് ഞാൻ സാറുടെ ഫേസ്ബുക്കിന്റെ വീഡിയോസ് കാണുന്നത്. അപ്പൊ കാണുന്ന സമയത്ത് ഞാൻ ഇതിൽ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആഡ് ചെയ്യാന്നുള്ള ഇത് പറഞ്ഞു. അപ്പൊ അത് ചെയ്ത് ഒരു 10 ദിവസം ഞാൻ അത് നോക്കിയതേ ഇല്ല. 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിലെ മെഡിറ്റേഷന് കയറി നോക്കിയപ്പോ ഞാൻ ആദ്യം ഫസ്റ്റ് കയറുമ്പോ തന്നെ കണ്ടത് നമ്മുടെ മണിയുടെ ഇത് വരുന്നതാണ്. മണി അബണ്ടൻസ് ആണ്. മണി ഐ അട്രാക്ട് മണി, ഐ ലവ് മണി, അങ്ങനത്തെ സംഭവം. അപ്പൊ ഞാൻ ഇതെന്താ ഇത് ഇങ്ങനെ എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അതിന്റെ ഇടയിൽ വരുന്ന പരസ്യങ്ങൾ വല്ലതായിരിക്കും വിചാരിച്ചു. അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ ഇരുന്നപ്പോ എന്റെ നെഞ്ചിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഇഷ്ടിക അത്രയും കനത്തിൽ ഇങ്ങനെ തിക്കായിട്ട് ഫിറ്റായിട്ട് വെച്ച പോലെയാണ്. നമ്മുടെ നെഞ്ച് അത്രയ്ക്കും ഇങ്ങനെ എന്താണ് വെയിറ്റ് കൊണ്ട് നമ്മളെ നെഞ്ചിലേക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സാധനം, നെഞ്ചിലാണ് എന്റെ മനസ്സെന്നാണ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറെ ക്ലാസ് കഴിഞ്ഞപ്പോ ഒക്കെ മാറി. പക്ഷെ നെഞ്ചിന്റെ ഇടയിൽ ഒരു ഇഷ്ടിക കയറ്റി വെച്ചിട്ടുണ്ട് ഫിറ്റ് ആക്കിയിട്ട്. ഇനി അതിനെ എടുക്കാനും പറ്റില്ല, പുറത്തേക്ക് എടുക്കാനും പറ്റില്ല, അതിലേക്ക് ഇനി ഒന്നും കയറ്റാനും പറ്റില്ല. അത്രയും ഹാർഡായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാന് വീണ്ടും ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊന്നും ഫീൽ ചെയ്യണില്ല. ഒന്നും പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നോ ഒന്നും പറ്റില്ല. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഫീലിംഗ് വരാൻ തുടങ്ങി, ഒന്ന് റിലാക്സ് ചെയ്യുന്നത് പോലെ. അപ്പോഴാണ് നമ്മുടെ ഇറ്റ്സ് മീ റിയൽമി ഒക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്താണ് എൻ്റെ മോർണിംഗ് വാക്ക്. അത് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒരു വാക്കുണ്ട്. അപ്പൊ ആ ഒരു വാക്കിന് ഞാൻ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഹാജറ മാമിന്റെ ക്ലാസ് കേട്ടു. അപ്പൊ മാം ഇങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന ഓരോ ട്രോമാസ്, അപ്പൊ ഈ ട്രോമാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഈ അവസ്ഥയെ റിക്കവർ ചെയ്ത് നമ്മൾ ഹെൽത്തി ആക്കുക എന്നുള്ള ഒരു ഇതാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ മാം പറയുമ്പോൾ നമുക്കുള്ള കുറേ കാര്യങ്ങള് അതില് ഇതിന്ന് എന്താണ് നമുക്ക് ഇല്ലാണ്ടാക്കാമെന്ന് ഫീൽ ചെയ്തു. അതായത് നമുക്ക് വേറെ ആരുടെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്തും എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒരാള് ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ എമ്പതറ്റിക് ആണെങ്കിൽ, എമ്പതറ്റിക്കലി എന്നല്ല, നമ്മൾ അതിന്റെ കൂടെ അവരുടെ അതേ ഇമോഷൻസിൽ ഫീൽ ചെയ്ത് നമ്മൾ കുറെ ദിവസം അവിടെ നിൽക്കും. അപ്പൊ ഒരു ദിവസം മാമിന്റെ ക്ലാസ് കേട്ടപ്പോ മാം പറഞ്ഞു, നമ്മൾ ഈ സ്നേഹം കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കണം. അതിൽ കൂടുതൽ നമ്മൾ അതിന്റെ കൂടെ ഇങ്ങനെ പോയി എനിക്കത് വരുമോ എന്നുള്ളതൊന്നും അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരാൾ പറയുമ്പോൾ നമ്മളും കറക്റ്റ് എന്താണ് ആ ഇമോഷൻ അതേപോലെ വരും. അപ്പം പിന്നെ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താന്ന് ഫീൽ ചെയ്തിട്ട് ഞാൻ ചിരിച്ചത്. അത് എപ്പോഴെങ്കിലും ആണ് ഞാൻ ചെയ്യുന്നത്.
അപ്പൊ എനിക്ക് എന്റെ 2ാം ക്ലാസ് പഠിക്കുന്ന മോനുണ്ട്. അപ്പൊ മോന് എപ്പോഴും എന്നോട് പറയും, ഉമ്മ ചിരിക്കുക, എന്തെങ്കിലും ചെയ്താൽ അപ്പൊ പറയും ഉമ്മ ഒന്ന് ചിരിച്ചേ, ഉമ്മ ഒന്ന് ചിരിച്ചേ, ഉമ്മക്ക് എന്നെ കാണുമ്പോ സന്തോഷമില്ലാല്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ചിരി വരില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഇതേപോലെ ഇറ്റ്സ് മീ റിയൽമി ഒക്കെ കണ്ട് നമ്മുടെ നെസ്റിൻ, എന്റെ മോളുടെ പേര് ഷെമ നെസ്റിൻ ആയതുകൊണ്ട് നെസ്റിന്റെ പേര് ഞാൻ അങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നെസ്റിൻ ഇങ്ങനെ പറഞ്ഞു, എന്നാ നിങ്ങള് എക്സാമിന് പോകുമ്പോ പേടി കാരണം എക്സാമിന് പോവൂല, എക്സാം എഴുതാതെ തിരിച്ചു വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് എന്താണ് PSC എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോ. അപ്പം എനിക്ക് ഞാൻ ഈ PSC എക്സാമുകളൊക്കെ എഴുതും. ഞാനിവിടെ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ പോലും എൻ്റെ ആഗ്രഹം എനിക്കൊരു ഗവൺമെന്റ് ജോബ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഈ HSST ലിസ്റ്റിൽ വന്നു. അപ്പൊ അത് HSA ലിസ്റ്റിൽ, അങ്ങനെ ലിസ്റ്റിലൊക്കെ വരും. അവസാനം എല്ലാ ജനറൽ എക്സാമുകളും എഴുതും, പക്ഷെ ലിസ്റ്റിൽ വരും, എൻ്റെ അവിടെ എത്തുമ്പോ കിട്ടൂല. അപ്പൊ എന്റെ ഹസ്ബൻഡ് വരും, നീ ഉള്ളത് കൊണ്ടാണ് നിന്റെ ബാക്കിയുള്ളവർക്ക് പോലും കിട്ടാത്തത് എന്ന് പറയും. അപ്പൊ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര വിഷമ. കൂട്ടത്ത് പറയും ഓട്ടക്കുടത്തിലാണ് വെള്ളം ഒഴിക്കുന്നത്, അതുകൊണ്ട് നിൽക്കൂല എന്നും കൂടി പറയും. കാരണം എന്നെ കുറെ കോച്ചിങ്ങിനൊക്കെ വിടുമായിരുന്നു. ഇപ്പൊ ഞാൻ കോഴിക്കോടൊക്കെ വന്നിട്ട് കോച്ചിങ്ങിന് HSSTയുടെ കോച്ചിങ്ങിനൊക്കെ എന്റെ മോന് കുഞ്ഞാവുമ്പോഴും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടൂല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുറെ കഴിഞ്ഞപ്പം ഞാന് എന്താ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും. എനിക്ക് എന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ്, ഞാൻ നന്നായിട്ട് ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. ഇങ്ങനെ പറയുന്നതോടും ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ ഡൗൺ ആയി വന്നുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പാറ്റേൺ എനിക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അപ്പൊ ഞാൻ ഇതേപോലെ സാറ് ഡിസംബർ 23 ക്ലാസ്സിന് ഏർലി ബേർഡ് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇറ്റ്സ് മീ റിയൽമിയിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഏർലി ബേർഡ് ഓഫറിൽ 8,800 രൂപയാണ്, 8,900, 8,800. അപ്പം ഡിസംബർ 23 ക്ലാസ്. ഇതിന് മുന്നേ എന്നെ അസ്മാമ ഒരാഴ്ച മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല പനിയും ജലദോഷമൊക്കെ ആയത് കാരണം സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ മാം എന്നോട് ഇങ്ങനെ വോയിസ് ഇടുമ്പോ എനിക്ക് പനിയാണ്, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 22 ഞാൻ എൻ്റെ മോളും ഇത് കേൾക്കാറുണ്ട്. എല്ലാവരും കേൾക്കും, ഹസ്ബൻഡ് കേൾക്കും, ഞങ്ങള് മോന് കേൾക്കും. അപ്പോഴാണ് മോന് ഷാവി സാറിന്റെ ഫോട്ടോ ഒക്കെ വരയ്ക്കുന്നത്. അപ്പം അങ്ങനെ 22 ഞാൻ വീണ്ടും സാറോട് നെസ്രീനും നമ്മുടെ ഇറ്റ്സ് മീ റിയൽമിയുടെ ദിവസമാണ് തോന്നുന്നു, അങ്ങനെ സംസാരിച്ചപ്പോ സാറ് പറഞ്ഞു, ഇനി ഏത് സമയത്ത് നമുക്ക് എപ്പോ വേണമെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ടീം മെമ്പേഴ്സ് ഷാഫി സാറും കൂടെ ഉണ്ടാവും, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴും എനിക്ക് ഇതിപ്പോ സാറ് പറയുന്നത് ശരിയാവോ, കിട്ടുവോ, ഇതാവോ എന്നുള്ളതും അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പൊ ടാപ്പ് ചെയ്തിട്ട് ഇത് കളയുക എന്നുള്ളത്. പക്ഷെ അതിലൊരു റിയാലിറ്റി പറയുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഇപ്പൊ ഞാൻ ഈ EFT ജോയിൻ ചെയ്യുന്നതിന് മുൻപ് വരെ അനുഭവിച്ചിട്ടുള്ള ട്രോമാസും ആ ഫീലിങ്സും, അത് ശരിക്കും റിലാക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് മേലെ ചെയ്യണം എന്ന് ഞാൻ ഇതിന് മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താ വെച്ചെങ്കിൽ ഹസ്ബൻഡ് എപ്പോഴും നമ്മളോട് ഹസ്ബൻഡ് എന്നോട് മാത്രമല്ല വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും അവരുടെ സംസാര രീതി അങ്ങനെയാണ്, അങ്ങനെ ദേഷ്യപ്പെടുന്ന പോലെയാണ് സംസാരിക്കുക. പക്ഷെ നമുക്കത് റിയാലിറ്റി നമുക്ക് മനസ്സിലാവും. പക്ഷെ അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നതെന്ന്. അപ്പൊ ഞാൻ ഇതിന് മുൻപൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇക്കാനെയും കൊണ്ട് ഏതെങ്കിലും ഒരു കൗൺസിലറെ പോയി കാണണം, എന്നിട്ട് ഇക്കാനെ ഒന്ന് ഇങ്ങനെയല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇക്ക സംസാരിക്കുന്ന സമയത്തൊക്കെ. എപ്പോഴും നമുക്ക് ദേഷ്യം വരും, പ്രഷർ വരും. അപ്പൊ ഞാൻ ഇക്കാനോട് പറയും, ഇക്ക നിങ്ങൾ കാരണം എനിക്ക് ഇനിയിപ്പോ പ്രഷറും ഷുഗറും കൂടി വരുമോ, ഞാനൊരു അസുഖം ഡെയിലി മരുന്ന് കഴിക്കുന്ന ഒരാളായി മാറുമോ എന്നുള്ളത്, അങ്ങനെ ഒരു പേടി എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. കാരണം നമ്മളിതിങ്ങനെ മനസ്സിലിട്ട് കുത്തി നിറച്ച് ഇനി എൻ്റെ മനസ്സിൽ സ്ഥലമില്ലാത്തൊരവസ്ഥ. അപ്പം ഡിസംബർ 22 ഇതേപോലെ ഇരുന്നിട്ട് സാറിന്റെ മോർണിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കോഴ്സ് ചെയ്യാം എന്നുള്ള വിചാരിച്ച് ഞാനും മോളും കൂടി ഇങ്ങനെ വീണ്ടും
ഇതാക്കണം. അപ്പൊ ഇത് ഈ ക്ലാസ്സും ഈ കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ 8ാം ക്ലാസ് പഠിക്കുന്ന മോളോടാണ് നമ്മളിത് പറയുന്നത്. ആള് സ്കൂള് വിട്ട് വന്നാൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ നമ്മൾ വീണ്ടും പറയുമ്പോ നമുക്ക് ഈ വാപ്പിച്ചി എന്താ അങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ കോളേജിലെ ടീച്ചേഴ്സ് എന്താ അങ്ങനെ കാട്ടി എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ മുൻകൂട്ടി കുറെ ധാരണകൾ വെച്ചിട്ടുണ്ട്. ഇന്ന ആള് ഇന്നോട് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടൂ, അതല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്നോട് ഇനി ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളൊക്കെ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 22-ാം തീയതി ഞാനും മോളോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ജോയിൻ ചെയ്യാം. അപ്പം ഉമ്മ പറഞ്ഞു, ഉമ്മച്ചി ജോയിൻ ചെയ്തോ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്യണതിന്റെ ദിവസത്താന്ന് നമ്മൾ 22-ാം തീയതി ജോയിൻ ചെയ്യാന്ന് വിചാരിക്കുമ്പോ തന്നെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യുമ്പോ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, എപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്തില്ല, ഇപ്പൊ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നത് ഞാൻ നവംബർ 23-ാം തീയതി മുതൽ ഇതിൽ ജോയിൻ ചെയ്തൊരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ മെഡിറ്റേഷനും ഈ ഇറ്റ്സ് മീ റിയൽമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനിയിപ്പോ ഏർലി ബേർഡ് ഓഫർ ആണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ അതിൽ ജോയിൻ ചെയ്യണില്ല. നമുക്കിത് അത്യാവശ്യമാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണില്ല, നമ്മൾ ആ ഒരു എമൗണ്ട് എന്നുള്ളതിന് എന്തോ അറിയില്ല, എമൗണ്ട് എന്നല്ല, ഇതിന് മുൻപ് ഞാൻ പറയുന്ന കൗൺസിലറെ കാണുന്ന സൈക്കോളജിസ്റ്റിനെ ആരെങ്കിലും കണ്ട് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ഫാമിലി ആയിട്ട് ഇരുന്ന് കൗൺസിൽ ചെയ്യണം എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ആയിരുന്നില്ല. അപ്പൊ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട്, പക്ഷെ നമ്മൾക്ക് തീരുമാനം എടുക്കുന്നത് അവസാന നിമിഷമാണ്. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, നമ്മൾ എന്താ ഇങ്ങനെയൊക്കെ സാറ് പറഞ്ഞു, എന്നിട്ട് നമ്മളിത് ചെയ്യാന്നും പറഞ്ഞു, അവസാനം കൊണ്ടുപോയി ഏർലി ബേർഡ് ഓഫർ വേണ്ട എന്നിട്ട് ഫുൾ എമൗണ്ട്. അപ്പം എമൗണ്ട് കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പൊ ഹസ്ബൻഡ് സമ്മതിക്കോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനോട് ഞങ്ങള് ഇത് ഡെയിലി മോർണിംഗ് ക്ലാസ് കേൾക്കുന്നതും ഇറ്റ്സ് മീ റിയൽമിയിലൊക്കെ ഒക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ആ കേൾക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി. അപ്പം ഇപ്പൊ എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പം ഇപ്പൊ ചെയ്യുന്നത് എനിക്ക് മനസ്സിന് സമാധാനം കിട്ടാനാണ്. നിങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയും. പക്ഷെ ആ ഒരു ക്ലാസ്സിൽ കയറി, അങ്ങനെയാണ് ക്ലാസ്സിൽ കയറുന്നത്. അതെ. സോ അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് വരുന്നത് അല്ലേ? ഓക്കെ. എന്തായാലും വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസും സ്റ്റോറീസിലൂടെയാണ് വന്നത്. ക്ലാസ്സിലേക്ക് അങ്ങനെ ക്ലാസ്സിൽ കയറിയിട്ട് ശരിക്ക് മനസ്സിലാക്കിയ സത്യങ്ങൾ എന്താണ്? അതുവരെ മനസ്സിലാക്കാത്ത സത്യം ക്ലാസ്സിൽ കയറിയിട്ട് വന്ന തിരിച്ചറിവുകൾ ഉണ്ടാവും. ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏത് ടൂളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പറയൂ. ഞാൻ ടെക്നിക്കിന്റെ കാര്യം പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയട്ടെ. ക്ലാസ്സിലേക്ക് കയറിയതിന് ശേഷം ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുമ്പം എൻ്റെ ഫാമിലീസിന് എനിക്ക് നല്ല സപ്പോർട്ടാണ്. നമ്മൾ എവിടെ വേണമെങ്കിലും നമ്മളെ അത് കുഴപ്പമില്ല, അത് ശരിയാവും, അതല്ലെങ്കിൽ എല്ലാ തരത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ, ഇപ്പൊ നമുക്ക് EFTന്ന് കിട്ടുന്ന ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ശാസ്ത്ര ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സൊല്യൂഷൻ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഇപ്പൊ ഞങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും വർക്കിംഗ് ആണ്, അപ്പം എല്ലാവരും കുഴപ്പമില്ലാത്ത പൊസിഷനിൽ ഇരിക്കുന്നവരാ. എങ്കിൽ പോലും ആർക്കും അങ്ങനെ ഒരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. എനിക്കെന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു നോളജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവുള്ള ഒരാളും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടില് നമുക്കിത് ഇത് ഇന്നത് കൊണ്ടാണ് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ അതിനൊരു അറിവ് വേണം. ആ അറിവുള്ള ആളുകള് നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മളുടെ ഇമോഷണലി കൺട്രോൾ ചെയ്യാനും അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാനും ശരിക്കും നമ്മൾ ഒരു കോഴ്സോ അതല്ലെങ്കിൽ ഇങ്ങനൊരു കോഴ്സ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ്, അപ്പൊ എൻ്റെ വീട്ടില് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇത് എവിടെ ഇരുന്നാലാണ് വീഡിയോ ഓൺ ആക്കുക എന്നുള്ളത് എനിക്ക് പോസിബിൾ അല്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നിട്ടൊക്കെ വേണം നമ്മൾ ഇതാക്കാൻ. ഞാനിപ്പോ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിലാണ്, വീട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വീട് പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഞാന് ആ ഒരു 2 നിലയുടെ മുകളിൽ വന്നിട്ടാണ് ഇപ്പൊ മോർണിംഗിൽ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ വന്നിരിക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ
അങ്ങനെ ഫുള്ള് ക്ലാസ് കേട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. അപ്പൊ ഫസ്റ്റ് 2 ദിവസം നമുക്ക് 3-4 ദിവസം നമുക്ക് സാറ് ക്ലാസ് എടുത്തു തന്നു. ഈ ക്ലാസ് എടുത്തു തരുമ്പോ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ എന്താണ്, നമ്മൾ ഇത്ര കാലം അനുഭവിച്ച ട്രോമാസ് എന്താണ്, നമ്മുടെ ഹസ്ബൻഡ് ആയാലും പിന്നെ ബാക്കി ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായാലും ഇനി കോളേജിൽ നിന്നുള്ള സ്റ്റാഫ് ആയാലും കോളേജിന്റെ അതോറിറ്റി ആയാലും ഇവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാവും. കാരണം അത് അവരുടെ പ്രശ്നമല്ല, നമ്മുടെ മാത്രം പ്രശ്നമാണ് എന്നുള്ളത് ശരിക്കും ആ 4 ക്ലാസ് കൊണ്ട് നമുക്ക് റിയാലിറ്റി മനസ്സിലാവും. ഞാൻ ഇപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നത്, ഒരാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് ഒരൊറ്റ തവണ മാത്രമാണ്. അയാൾ പറഞ്ഞതോടുകൂടി അയാൾ പോയി, അയാൾ പിന്നെ അതിനെ കുറിച്ച് ഓർക്കണേ ഇല്ല. അത് വീണ്ടും നമ്മൾ മനസ്സിലിട്ട് വേദനിപ്പിച്ച് നമ്മളാണ് നമ്മളെ തന്നെ 100 പ്രാവശ്യം വേദനിപ്പിക്കുന്നത്. അതെ. പിന്നെ എന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആണ്. അപ്പൊ ഞാൻ ഫൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യണത് ഹസ്ബൻഡിനോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും, പിന്നെ അങ്ങ് സൈലന്റ് ആവും, പിന്നെ ഒന്നും മിണ്ടില്ല, സൈലന്റ് ആവും. പിന്നെ ഫ്ലൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിലാണ് സ്റ്റാഫ് നമ്മുടെ കൂടെ ഉള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അവരിത് നേരെ അങ്ങ് പോകും. അപ്പൊ എനിക്ക് നമ്മുടെ EFTയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നത് ഹസ്ബൻഡുമായിട്ട് ഞാൻ എപ്പോഴും നമുക്കൊരു എട്ടപത്തിൽ ഇങ്ങനെ പോകും. എട്ടപത്തിൽ പറഞ്ഞാൽ ഇക്ക പറഞ്ഞു, ഇക്ക അത് വിടും, ഇക്ക വീണ്ടും വന്നിട്ട് വിളിക്കും. പക്ഷെ നമ്മളാണ് ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്നത്. പക്ഷെ കോളേജിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കോളേജിൽ എന്താ ചെയ്യുന്ന വെച്ചെങ്കിൽ പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ അവരോട് മുണ്ടാണ്ടിരിക്കുക. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഞാൻ മുണ്ടല്ല, പിന്നെ അവരോട് ഒന്നും സംസാരിക്കില്ല, അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അങ്ങനെ വന്നിട്ട് അത് നമുക്ക് വലിയൊരു വിഷമം ഉണ്ടാവുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം എനിക്ക് ഫസ്റ്റ് റിലാക്സേഷൻ കിട്ടിയത് കോളേജിൽ എൻ്റെ കൊളീഗ്സുമായിട്ടുള്ള ഇതായിരുന്നു. അതിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറുള്ള 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ ഞാന് സാറ് പറഞ്ഞ പോലെ ടെക്നിക്ക് ഏതാ ചോദിച്ചാൽ 3 ടെക്നിക്ക് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, സെൽഫ് ലവ് ഒട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം സാറ് പറയും, നമ്മുടെ അടുത്ത് ഒരാൾ കാശ് ചോദിച്ചാല് നമുക്ക് കടം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കടം കൊടുക്കാൻ പറ്റൂ. ഇല്ലാത്ത ഒരു സാധനം നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂല. അതാണ് റിയാലിറ്റി. എനിക്ക് എന്നോട് സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കും? എനിക്ക് എന്നെ കുട്ടികളെ ഇഷ്ടമാണ്, ഹസ്ബൻഡിനെ ഇഷ്ടമാണ്, എൻ്റെ കൊളീഗ്സിനെ ഇഷ്ടമാണ്, എൻ്റെ കോളേജിനെ ഇഷ്ടമാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ റിയാലിറ്റി ശരിക്കും ആ ഒരു റിയാലിറ്റി മനസ്സിലാവുമ്പോഴേക്കും ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. ഞാൻ സാറിന്റെ ഹീലിംഗ് സെഷന് ക്ലാസ്സിൽ പോലും ഇരുന്നിട്ട്, ഹീലിംഗിലല്ല അല്ലാത്ത ക്ലാസ്സിൽ പോലും ഇരുന്നിട്ട് ചങ്ക് പൊട്ടിയിട്ടുണ്ട് എനിക്ക്. കാരണം ഇത് പറഞ്ഞു തരുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, പടച്ച റബ്ബ്, ഞാൻ മനസ്സിൽ വിചാരിച്ചത് ചിലപ്പോ ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ ഫേസ്ബുക്ക് ജസ്റ്റ് റോൾ ചെയ്ത്, ഇനി ഫുള്ള് ഫോൺ അഡിക്ഷൻ ഒന്നുമില്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും കുറച്ച് സമയത്ത് എനിക്കിപ്പോ അങ്ങനെ ഒരു വിഷമം വരികയാണെന്ന് ഞാൻ ഫോൺ എടുത്ത് കളിക്കുന്നില്ല. പക്ഷെ ചില സമയത്ത് നമ്മളൊന്ന് റോൾ ചെയ്തപ്പോ ഒരാള് ഇങ്ങനെ അതില് കമന്റ് പറയുന്നതുണ്ട്, അവരുടെ ഫീഡ്ബാക്ക് പറയുന്നൊരിതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഇത് പിന്നെ മനുഷ്യന്റെ മനസ്സ് അറിയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഫ്രീ എന്ന് കാണുമ്പോൾ അതിലേക്ക് ചാടി കയറുക എന്നുള്ളതാണ്. അതാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിന് എന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എന്താന്ന് നോക്കുന്നത്. അത് നമ്മൾക്ക് അത്രയും ക്രൂഷ്യൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് മെന്റൽ ആവുമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു EFTയുടെ മുന്നത്തെ പേടി. ഒരു 10 വർഷം കൂടി ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴേക്ക് മെന്റലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തീരും. എന്നാലും കടിച്ചു പിടിച്ച് നിൽക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് സന്തോഷം കണ്ടെത്തും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള കുറച്ച് ആൾക്കാരോട് സംസാരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് റിലാക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളല്ല, കുറച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും. അപ്പം അത് കഴിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, എനിക്ക് 5 നേരം നിസ്കരിക്കണം എന്ന് നിർബന്ധമില്ല. അത് ഞാൻ എവിടെയായാലും എനിക്ക് പറ്റുന്ന സ്ഥലം കിട്ടിയാൽ അതിന്റെ ബാക്കിയുള്ളവർ പറയുന്ന അവിടെ വൃത്തിയില്ല അതൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് നിസ്കരിക്കണം. അത് ഞാൻ ഒരു ചെയർ കിട്ടി ഇരുന്നിട്ടായാലും ഞാനത് അവിടെ ചെയ്യും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ഞാൻ നന്ദി പറയുന്നത് ഞാൻ ഈ EFT ക്ലാസ്സിന് കയറിയതിനു ശേഷമാണ്. കാരണം അതിന് മുൻപ് നന്ദി പറയുന്നുണ്ട്, നിസ്കരിക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും മനസ്സറിഞ്ഞിട്ട് ഞാനത് ചെയ്തിട്ടില്ല. മനസ്സറിഞ്ഞ് ചെയ്തിട്ടില്ല എന്ന് ഫീൽ ചെയ്യണത് കാരണം സാറ് പറയുന്ന ഓരോ ഗ്രാറ്റിറ്റ്യൂഡും ഞാൻ ഇപ്പോഴും ഈ സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഈ
എന്താണ് ഇറ്റ്സ് മീ റിയൽമിയിൽ വന്നിട്ടുള്ളതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അത് അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പം അത് അങ്ങനെ ഒരു റിയലൈസേഷൻ, അതല്ല അങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതിന് ഒരു ഇത് ഫീൽ ചെയ്തത് പഠിച്ചത് ഞാൻ ഈ ക്ലാസ്സിൽ വന്നിട്ടാ. ഇനി ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തെന്നാൽ താങ്ക് യു പറഞ്ഞിട്ട് പോകും. പക്ഷെ ഇപ്പൊ പറയുന്ന താങ്ക് യു നമ്മുടെ എല്ലാ കാര്യത്തിലും എന്തുണ്ട്, അതൊരു റിഫ്ലക്ഷൻ വരുന്നുണ്ട് നമ്മുടെ സന്തോഷത്തിലായാലും. അപ്പം ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തും, അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നുണ്ടെച്ചെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സെൽഫ് ലവ് ഉണ്ടാവണം. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് പടച്ച റബ്ബിനോടും സ്നേഹം, അതല്ല ചെങ്ങൾ ആ ഒരു ഇത്. മറ്റേത് പറഞ്ഞ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് സ്വർഗം നരകം, അതല്ല നമ്മൾ ചെയ്ത കാര്യങ്ങൾ. അപ്പൊ എന്തായാലും മുസ്ലിം ആയതുകൊണ്ട് 5 വക്ത് നിസ്കരിക്കണം, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും നിസ്കരിക്കുന്നുണ്ട്, അത് മനസ്സറിഞ്ഞിട്ടാണ്. പക്ഷെ അത് ആ മനസ്സറിയുന്നതിന്റെ എങ്ങനെയാണ് മനസ്സറിയുന്നത് എന്നുള്ളത് ഫീൽ ചെയ്യുന്നത് ആ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളവിടെ കൈകെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പടച്ച റബ്ബിന്റെ മുൻപിൽ നമ്മൾ എല്ലാ നന്ദിയും അർപ്പിക്കാനാണ് എന്നുള്ളത് ഉള്ള ഒരു ഫീലിംഗ്. നമുക്ക് അതിൽ ഓരോ എല്ലാത്തിന്റെയും മീനിങ് ഒന്നും അറിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളുടെ മീനിങ് അറിയുമ്പോൾ ഇപ്പൊ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അലീം അബിഹംദിഹി എന്ന് പറയുന്ന സമയത്ത് അത് മനസ്സറിഞ്ഞ് പറയാൻ തുടങ്ങിയത് ഞാൻ ഈ EFT ക്ലാസ്സിന് ശേഷമാണ്. അതേപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഇക്കാന്റെ കൂടെ കടയിലൊക്കെ പോയാൽ നമുക്കൊരു സാധനം തന്ന താങ്ക് യു ചേട്ടാ പറഞ്ഞ ഇക്കറിയാം, നീ പൈസ കൊടുത്തിട്ടല്ലേ, നീ എന്തിനാ താങ്ക് യു പറയുന്നു വെച്ചാൽ. അപ്പൊ ഞാൻ പറയാം അതത് എടുത്ത് തന്നില്ലേ, നമ്മൾ ചോദിച്ചപ്പോ സന്തോഷത്തോടെ തന്നില്ല, കാശ് കൊടുത്താലല്ലേ അവർക്ക് അത് അവരുടെ ജീവിക്കണമെങ്കിൽ അവർക്ക് ആ കാശ് വേണം, അതാണ് റിയാലിറ്റി. അപ്പൊ നമ്മൾ അവരോട് നന്ദി പറയുന്നത് നമുക്ക് കൂടി ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ സാധനം കൊണ്ടുവരുമ്പോ അതുകൊണ്ട് നമുക്ക് കൂടി നന്മയാണ് വരിക എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം ഈ 2 കാര്യങ്ങള്. പിന്നെ ഫോർഗീവ്നെസ്, അത് സാറ് ഒരു രക്ഷയില്ല. ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോ നമ്മള് ഞാൻ ചെറുപ്പം മുതൽ എന്റെ മനസ്സിൽ കുട്ടി കൊണ്ട് നടന്ന കുറേ ട്രോമാസ് ഉണ്ട്. ഈ ട്രോമാസ് എന്നുള്ള ഇതിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് കാരണം ഉണ്ടാവുന്ന കുറേ ട്രോമാസുകളാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതില് ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മള് ശരിക്കും അതൊരു മിറാക്കിളാണ്. സാറ് പറഞ്ഞ പോലെ ഫോർഗീവ് ചെയ്ത് ഞാനൊരു 10-12 വർഷം മുന്നേ 2006 എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ കല്യാണം കഴിയുന്നത് വരെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പം അവൾ എന്നെ വിളിച്ചിട്ട്, ഞാൻ ഒരു ദിവസം ഫോർഗീവ്നെസ് നമ്മുടെ ഹീലിംഗ് സെഷനിൽ ചെയ്തതിന് ശേഷം അവൾ എന്നെ വിളിച്ചപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം വിളിക്കണത് രാത്രി നമ്മൾ ഹീലിംഗ്, പിറ്റേ ദിവസം 2 പ്രാവശ്യം വാട്സപ്പിൽ കോൾ ചെയ്തിട്ടും എനിക്ക് കോൾ എടുക്കാൻ പറ്റണില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ തലേ ദിവസം ഫോർഗീവ്നെസ് മനസ്സറിഞ്ഞ് ഫോർഗീവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും വർഷത്തിന് ശേഷം അവൾ എന്നെ വിളിക്കുന്നത്. അപ്പം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതെ വെച്ചു. പിന്നെ വൈകുന്നേരം വീണ്ടും വിളിച്ചപ്പോ ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞത് മെയ്യിൽ, അന്ന് ഒരു മാർച്ചിലാണ് എന്നെ വിളിക്കുന്നത്. നമ്മള് ക്ലാസ് മാർച്ചിലാണോ അല്ല ഫെബ്രുവരി ആ ടൈമിലാണ്, ജനുവരി ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പൊ എന്നോട് പറയുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ, ഞാൻ മെയ് ആവുമ്പോ ഹജ്ജിന് പോകുന്നുണ്ട്, ആരുടെ കൂടെ, വയസ്സായ ആരുടെ കൂടെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തരെ വിളിക്കുമ്പോ നിന്നെ ആദ്യം വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ശരിക്കും അതൊരു മിറാക്കിൾ ആയിരുന്നു നമ്മള് ഫോർഗീവ് ചെയ്തു കൊടുത്തത്. പിന്നെ ഫോർഗീവ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ കൊളീഗ്സ് ആയിട്ടായാലും ഇങ്ങനെ മനസ്സിലുള്ള വിഷമങ്ങൾ അതൊക്കെ ഹീൽ ചെയ്ത് കളഞ്ഞ് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ അവര് നമ്മളോട് റിയാക്ട് ചെയ്യും. നമ്മൾ അവിടെ പോയി ഫോർഗീവ് ചോദിക്കുകയേ വേണ്ട. അപ്പൊ ഈ എന്താ ക്ലാസ് തുടങ്ങിയ സമയത്ത് എന്നോട് എൻ്റെ ഒരു സ്റ്റാഫ് പറഞ്ഞു, എക്സാമിന്റെ ഒക്കെ ടൈം ആയപ്പോ കോളേജില് അവസാന ടൈം ആവുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് ആ സബ്ജക്റ്റിന് കുറച്ച് കൂടുതൽ അവേഴ്സ് കൊടുക്കും. അപ്പൊ സ്പെഷ്യൽ ടൈം ടേബിൾ ഒക്കെ ഇടും. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റില് കുട്ടികൾ പറഞ്ഞത്രേ, ഞങ്ങളത് സെറ്റാണ്, ഞങ്ങൾക്കത് എല്ലാവർക്കും നന്നായിട്ട് മാർക്ക് കിട്ടും, പാസ്സാവും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള വേറെ 2 സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സിന് സബ്ജക്റ്റ് ബുദ്ധിമുട്ടാണ് പറഞ്ഞുകൊണ്ട് അവർക്ക് കൂടുതൽ അവർ കൊടുത്തു അത്ര. അപ്പൊ ഈ 2 സബ്ജക്റ്റിലെ ടീച്ചേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി പണിയൊന്നും ഇല്ലല്ലോ,
നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ സബ്ജക്റ്റ് ഒക്കെ സെറ്റ് അത്രേ, ഇപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ലേ പണിയുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അയ്യോ ഞാനിപ്പോ ചെയ്തത് തെറ്റായി പോയോ, എന്റെ സബ്ജക്റ്റ് നന്നായി പഠിപ്പിച്ചതാണോ ഇപ്പൊ തെറ്റായി പോയത് ഉള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ EFT ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ അവരോട് ഒന്നും ചോദിച്ചില്ല. അവര് പറഞ്ഞത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അവര് പറഞ്ഞു എന്റെ നെഗറ്റീവ് എന്നുള്ളതിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഓരോരുത്തരും നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും, നമ്മളോട് കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഇതേപോലെ ഡൗട്ട് വരുമായിരുന്നു. നമ്മളിപ്പോ അവരെ നന്നായിട്ട് ഇപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളും നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചാൽ മാത്രമാണോ അവരായിട്ട് ഇതാവുള്ളൂ എന്നുള്ളത്. അതൊക്കെ ഞാൻ നമ്മുടെ ക്ലാസ്സുകളിൽ ചോദിക്കുന്ന സമയത്ത് അവരുമായിട്ട് ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് സന്തോഷിക്കുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. അതേപോലെ ഒന്ന് വിഷ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് അവരേനെ ഒരു അകലം പാലിച്ച് നിന്നാല് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഒന്നിനോടും ഓവർ അറ്റാച്ച്മെന്റ് ഇല്ല, ഒന്നിനോടും. മറ്റേത് നമ്മൾ ഏതെങ്കിലും ഒന്നില് നമുക്ക് സങ്കടോ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അടുത്തതിനെ തേടി പോവില്ല. അടുത്തത് നമുക്ക് അപ്പുറത്തൊരു റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു EFT ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചെയ്യാനുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും മടിച്ചു നിൽക്കരുത്. ഈ ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും സെൽഫ് ലവും തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വരും. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയത് തന്നെ എനിക്കുണ്ടായ വേദനകളാണ്. അപ്പം ശരിക്കും പണ്ട് ചെറുപ്പത്തിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ട് പറഞ്ഞാല് ഇപ്പൊ കേൾക്കുന്നവർക്കും സാർക്കും പറഞ്ഞറിയോന്ന് എനിക്കറിയില്ല. പട്ടിണി കിടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോ വിശപ്പാണ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് എല്ലാവരും പറയാറുണ്ട്. ആ വിശപ്പ് എന്താണെന്ന് കുറെ ദിവസങ്ങളോളമല്ല, അത് എപ്പോഴെങ്കിലും കുറച്ച് കിട്ടും, അങ്ങനെ ഇതായതാണ്. അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സ്കൂളിലേക്ക് പണ്ടെന്നല്ല, ഒരു LP സ്കൂളില് 4ാം ക്ലാസ് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കണം. ഈ 5ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കാന് വീട്ടിൽ നിന്ന് വാപ്പയും അമ്മയും കൊണ്ടുപോയി ജോയിൻ ചെയ്യിച്ചാലേ നമ്മൾ സ്കൂളിലേക്ക് എത്തുള്ളൂ. അപ്പൊ എന്നെ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് ചേർത്തില്ല. പക്ഷെ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പഠിക്കാൻ. എനിക്ക് മാത്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അഡിഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ അന്നത്തെ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കാൻ. സ്ലൈറ്റ് പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. എന്നാലും എനിക്ക് പഠിക്കണം പറഞ്ഞിട്ട് എന്നെ ഒരു വർഷം പഠിപ്പിക്കാതെ അടുത്ത വർഷമാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പം അന്ന് നമുക്ക് വിശപ്പ് എന്നുള്ള ഒരു വികാരമായിരുന്നെങ്കിൽ അതൊക്കെ മാറി നമ്മൾ അൽഹംദുലില്ലാ നമ്മുടെ വാപ്പ ഉമ്മ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഒരു കോളേജിൽ എത്തിയതും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അനിയൻ പറയുന്നത്, നമ്മുടെ വാപ്പ നമ്മളെ പഠിപ്പിച്ചത് നമുക്കൊരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒരേ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുക എന്നുള്ളതും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ തളർന്നു പോവുക എന്നുള്ളതും അല്ല എന്നുള്ളൊരു ഫീലിംഗ് അവർ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതിന് റിക്കവർ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ അവര് പറയുന്നുണ്ട് അവര് ഗൾഫിലാണ്, അപ്പൊ നീ അങ്ങോട്ട് വാ, ഞങ്ങൾ അവിടെ സെറ്റ് ആക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടത്തേക്കാളും എമൗണ്ട് കിട്ടുന്നൊക്കെ. പക്ഷെ അപ്പുറത്ത് മക്കള് ഹസ്ബൻഡ് അങ്ങനത്തെ കുറെ കാര്യങ്ങള് അങ്ങനെ വിട്ടുപോവുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അവിടെ ഫീൽ ചെയ്ത് വരും. അപ്പൊ നമുക്ക് ശരിക്കും നമ്മളൊരു ക്രൂഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു EFTയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. സാറ് ഞാൻ കൂടുതലാവണോ? ഓൾറൈറ്റ് മാം, തീർച്ചയായും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് മാം. നമുക്ക് എന്ത് ചെയ്യാം, ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ആരോടാണ് താങ്ക്സ് പറയാനുള്ളത്? കുറച്ച് ചുരുക്കി പറയാം, നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ചുരുക്കി പറയാം, ആരോടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ വന്നതിന് ശേഷം ഇത്രയും റിസൾട്ട് കിട്ടിയതിൽ ആരോടാണ് നന്ദി പറയാനുള്ളത്? എനിക്ക് കോഴ്സിൽ വന്നതിൽ അതായത് എനിക്ക് ആദ്യം റബ്ബിനോട് തന്നെയാണ് താങ്ക്സ് പറയാനുള്ളത്. എനിക്ക് ഈ പ്രശ്നങ്ങൾ തന്നത് കൊണ്ടാണ്, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇങ്ങനെ ഒരു ഇഷ്യൂസും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ കോഴ്സിൽ വരാൻ പറ്റിയത്. അങ്ങനെ കോഴ്സിൽ വരാൻ പറ്റിയതിൽ എപ്പോഴും ഞാൻ ഷാബി സാറുടെ ആ ഒരു വീഡിയോ കണ്ടതും അപ്പം പടച്ച റബ്ബിന് ആദ്യം ഞാൻ നന്ദി പറയുന്നു.
എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അതിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളതിൽ എത്തിച്ചു തന്നതിന്, ഇങ്ങനെ ഒരു അറിവ് അത് എന്റെ ഫാമിലിക്കും എന്റെ മക്കൾക്കും ഞാൻ പഠിപ്പിക്കുന്ന എന്റെ സ്റ്റുഡൻസിനും എല്ലാവർക്കും അതിലൊരു എനർജിയുടെ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അത് പിന്നെ ഷാഫി സാർക്ക് തന്നെയാണ് ആദ്യത്തെ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ്. മനുഷ്യൻ എന്നുള്ളതിൽ വരുന്ന സമയത്ത് സാർക്കാണ് എന്റെ ഒരുപാട് നന്ദി പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അങ്ങനെയാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അത്ര ഹാപ്പിയാണ്. ഹാപ്പിനെസ് ഞാൻ എന്താന്ന് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് നോക്കി കാണുന്ന ഒരു ചെടിയുടെ ഇല ഇളകുന്നത് പോലും എനിക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരു കിളി കരയുന്നത് പോലും എനിക്ക് ഒരു ആ ഒരു ഇതും കൂടി എനിക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടീം മെമ്പേഴ്സിനോട് എല്ലാവരോടും എന്റെ മെന്റർ താഹിറ മാം അത് കഴിഞ്ഞ് എനിക്കിപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അടിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ ഹാജറ മാമിന് ഞാൻ വോയിസ് അയക്കാറുണ്ട്. ഓൺ ദ സ്പോട്ട് റിപ്ലൈ കിട്ടാറുണ്ട്. അപ്പൊ ഹാജറ മാം, താഹിറ മാം, പിന്നെ അസ്മാ മാം കൂടുതലായിട്ട് എന്നെ ഒന്നും പറഞ്ഞ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തരാതെ തന്നെ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് കോഴ്സ് ഇടയിൽ എന്നെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ്, ഇതൊക്കെ ശരിയാവും, അത് മിറർ പ്രാക്ടീസ്, മൂവി ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അസ്മാ മാം. അപ്പം മാം നല്ല സപ്പോർട്ടാണ്. എപ്പോഴും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കും, പറയും. പിന്നെ നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമിന് വരണം പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെ മാമുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. പിന്നെ എല്ലാവരും നമ്മുടെ ടീം മെമ്പേഴ്സ്, ശരത് സാറ്, നമ്മുടെ ഹീലിംഗിൽ ഇരിക്കുന്ന ഓരോ മെമ്പേഴ്സും ആ ഓരോ ഹീലിംഗിൽ ഇരിക്കുന്ന സമയത്ത് പടച്ച റബ്ബ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടില്ല ഉണ്ടാക്കി മീൻസ് എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഇങ്ങനെ ഈ ഒരു സംഭവം വന്നെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ കുറേ പേര് ഒരു വീട്ടിൽ സാറ് പറയുന്ന പോലെ ഒരാളെങ്കിലും ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ. കാരണം കുറേ പേര് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു അതിൽ പറഞ്ഞ ഹരിത പറഞ്ഞിട്ടില്ല അവര് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഒരു ജസ്റ്റ് ഒരു ഹഗ്ഗിന്, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഹഗ്ഗിനല്ല നമ്മൾക്ക് ഉള്ളത്, നമ്മൾക്ക് വേറെ തരത്തിൽ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തില് എന്താണ് റിലാക്സേഷൻ അല്ലെങ്കിൽ മൈൻഡിന് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി തന്നത് ഈ ലോകം മുഴുവൻ ഹീൽ ചെയ്യാനുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു ഇത് പ്ലാറ്റ്ഫോം തുടങ്ങിയ സാർക്കും സാറുടെ ടീം മെമ്പേഴ്സിനും 1000 ആശംസകൾ, എല്ലാവിധ നന്ദി. അത് ഞാൻ ആ ക്ലാസ്സിൽ എനിക്ക് ഫസ്റ്റ് ഹീലിംഗ് ഒന്നും നടക്കുന്നതിന് മുൻപ് ഇതാണ് സത്യം എന്നുള്ളത്. അപ്പൊ എപ്പോഴും എനിക്ക് എന്താണ് കുറ്റങ്ങൾ പറയാനുള്ള ടെൻഡൻസി കൂടുതലായിരുന്നു. എന്തേലും പറഞ്ഞു തുടങ്ങിയ അപ്പൊ കുറ്റങ്ങളാണ് പറയാ. സാറ് പറയും ഇനി അത് പറയരുത്, ഇനി അത് പറഞ്ഞു പോവരുത് എന്ന് പറയും. ഇനി ആ ഒരു കുറ്റം ഇനി നിങ്ങളത് റിപ്പീറ്റ് ചെയ്യരുത്. റിപ്പീറ്റേഷൻ ആണ് നമ്മളെ മനസ്സിന്റെ മെമ്മറി എന്ന് പറയുമ്പോൾ, ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ വെച്ച് നിർത്തി, ഓൺ ദ സ്പോട്ടിൽ ഇനി പറയരുത് എന്ന് സാറ് പറയുന്ന സമയത്ത് നിർത്തി. ഇപ്പൊ നമ്മള് വേറെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വിഷമാവണ്ടാച്ചിട്ട് ഇങ്ങനെ കേൾക്കും, എന്നിട്ടും ഉണ്ടാണ്ടിരിക്കും. നമ്മൾക്കത് നമ്മുടെ ഉള്ളിലേക്ക് വരികയില്ല അങ്ങനത്തെ നെഗറ്റീവ്. അപ്പൊ എന്തായാലും സാറും സാറുടെ ടീം മെമ്പേഴ്സും ഈ ലോകത്തിന് തന്നെ ഒരു അസറ്റാണ്. എനിക്കും ചില സമയങ്ങളിൽ ഇങ്ങനെ ഹീൽ ചെയ്യാനുള്ള ഒരു മറ്റുള്ളവർക്കും കൂടി ഒരു നന്മ ചെയ്യണം എന്ന ആഗ്രഹം വരും. ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ കുട്ടികളുടെ പാരന്റ്സ് വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവര് എനിക്ക് കിട്ടിയ ഒരു സന്തോഷം പറഞ്ഞ കുറെ ഇത് മണി അങ്ങനെ ഇതല്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന സമാധാനം അതിലൊരു രക്ഷയില്ല. അത് നമ്മൾ മറ്റുള്ളവർക്കും കൂടി എത്തിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ പാരന്റ്സിനോട് പറയുമ്പോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറയും. അപ്പൊ എന്റെ ഒരു സ്റ്റുഡന്റിന്റെ അവര് സ്റ്റുഡന്റ് EFTക്ക് ജോയിൻ ചെയ്തതാണ്. അവരിപ്പോ ഇതിൽ ജോയിൻ തോന്നുന്നു, സെഫിയ മാം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമുക്ക് പറ്റുന്നവരോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് അവര് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. അവർക്ക് ഇപ്പൊ എന്നെ പോലെ തന്നെ ആയിരിക്കും, എന്നെ പോലെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ വേറൊരു ഇഷ്യൂസ്. അപ്പൊ എന്തായാലും സാറുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു ലോകത്തിന് തന്നെ നല്ലതാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഡിയൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മാം ഈസ് അവൈലബിൾ ഹിയർ. ഒരുപാട് നേരം സംസാരിച്ചു. ടയർഡായോന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ
എനിക്കതിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, മാം ഈസ് റിയലി എക്സൈറ്റഡ്. അത്രയ്ക്കും ചേഞ്ച് ഉണ്ട്. കാരണം അത്രയും പെയിനിൽ കടന്നിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ലൈഫിൽ ഇതുപോലെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയി, ഈവൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലേക്ക് പോകുമോ എന്ന് വരെ ചിന്തിച്ച പ്രയാസത്തിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവായിട്ട് സംസാരിച്ച് പാറ്റേൺ, സങ്കടങ്ങൾ മാത്രം പറഞ്ഞ് പാറ്റേൺ ഡെവലപ്പായ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പോസിറ്റീവായി സംസാരിക്കുകയും പോസിറ്റീവായിട്ടുള്ള അത് അനുഭവിച്ചവർക്ക് അറിയാം ഒരവസ്ഥ എന്താന്നുള്ളത്. അത്രയും വലിയൊരു ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന, അതിനെപ്പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് കാണാൻ പറ്റുന്നുണ്ട്. ആ എക്സൈറ്റ്മെന്റ് ആണ് സംസാരം എല്ലാം എനിക്ക് പറയണം എന്നുള്ള ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഇവിടെ കാണുന്നുണ്ട്. സോ ഐ എം റിയലി ഹാപ്പി ഫോർ യു മാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഷെയറിംഗ് ദിസ് വിസ്ഡം വിത്ത് അസ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ, അഡ്വാൻസ് ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ, അതിനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. അഡ്വാൻസ് എന്തായാലും ചെയ്യണം. അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാം ഇത് ഇപ്പം ഉള്ള എക്സൈറ്റ്മെന്റ് അല്ലേ, എക്സൈറ്റ്മെന്റ് എല്ലാം എന്താ പറയാ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ഫുൾ പീസിലേക്ക്, റിയൽ എന്താ പറയാ വേറൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണം. മാം എന്തായാലും ആഗ്രഹിക്കുക, വിഷ്വൽ കൊടുക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക കേട്ടോ. ഒരു കാര്യം കൂടി പറയട്ടെ സാറേ, വിഷ്വലൈസേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങൾ വീട് വെക്കുന്നുണ്ട് പറഞ്ഞില്ലേ, വീട് വെക്കണേല് പണി മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊന്നും പെട്ടെന്ന് തീർക്കണം എന്നൊന്നും എനിക്ക് ഇതുണ്ടായിരുന്നില്ല. അതേപോലെ മണിയെ കുറിച്ച് സാറ് പറഞ്ഞ പോലെ എനിക്ക് കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. എനിക്ക് അത്ര പൈസ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ ഇവിടുന്ന് കോളേജിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് ലാവിഷാണ്, എനിക്ക് ഇഷ്ടം പോലെ എമൗണ്ട് ആണ്, എനിക്ക് കൂടുതൽ ഇത്രയൊക്കെ മതി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. സാറിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് മണി എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല എന്നുള്ളതും, എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡിൽ ഇങ്ങനത്തെ കുറെ ട്രോമാസ് ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും കിട്ടുമ്പോൾ ഇത് വലിയൊരു അനുഗ്രഹമാണ്, ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളൊരു ഫീലിംഗ്. അപ്പം ഈ വിഷ്വലൈസേഷനും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും എന്റെ വീടിന്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം, അത് എനിക്ക് ഫസ്റ്റ് അതിലൊരു കിണറൊക്കെ ഉണ്ട്, ഓപ്പൺ വെല്ലുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഉള്ളത് കുഴൽക്കിണർ. അപ്പൊ എനിക്ക് ആ സ്ഥലം കിട്ടണം എന്നൊരു വിഷ്വലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും എനിക്കൊരു ഡ്രീമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ വീടിന്റെ അവിടെ പോകുമ്പോൾ ഞാൻ ആ കിണറിലേക്ക് ഒന്ന് എത്തി നോക്കും എല്ലാ ദിവസവും പോയിട്ട്. പക്ഷെ എന്റെ മനസ്സിൽ അത് നമ്മൾ അഫർമേഷൻസും ഇമാജിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് മനസ്സിലേക്ക് വരും. പെട്ടെന്ന് തന്നെ എനിക്ക് അത് രജിസ്ട്രേഷൻ, എൻ്റെ അത് കാശൊന്നും ഉണ്ടായിരുന്നില്ല, കാശൊക്കെ എവിടെ നിന്നൊക്കെയോ വന്നു, ബ്രദേഴ്സൊക്കെ തന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു 6-7 ദിവസം കൊണ്ട് അത് അങ്ങ് അതായി. പക്ഷെ അവര് എമൗണ്ട് കൂടുതൽ പറഞ്ഞു. ആ എമൗണ്ട് കൂടുതൽ പറയുന്ന സമയത്ത് ഒരു പൈസ പോലും നമ്മൾക്ക് വിട്ടു തരുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു കച്ചവടമല്ലേ, അപ്പൊ നമുക്കൊരു അവര് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണ്ടേ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ എന്തുതന്നെയായാലും ആ സംഭവം ഒരു തടസ്സം ഇല്ലാണ്ട് ഇക്ക പറയും വേണോ വേണ്ടേ ചോദിക്കാം. പക്ഷെ എന്റെ ബ്രദേഴ്സ് പറയും ഞാനിങ്ങനെ സാറ് പറയുന്ന പോലെ നമ്മൾ ജസ്റ്റ് പറയാ അവിടെ ഇങ്ങനെ സ്ഥലം വിൽക്കുന്നുണ്ട്, നമുക്ക് വാങ്ങിയ നല്ലതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് വാങ്ങണോ, നീ വാങ്ങിക്കോ, പൈസ വേണോ, തരാ, വേറൊന്നുമില്ല, പൈസ തരുമോന്നോ ഒന്നുമില്ല. പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവരാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. കറക്റ്റ് എഴുതാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അനിയൻ ഗൾഫിൽ നിന്ന് വന്ന ഒരനിയുണ്ട്. അപ്പൊ അവൻ ചെന്നിട്ട് എന്റെ കൂടെ എല്ലാത്തിനും വരുന്നു. മറ്റേ അനിയൻ അവിടുന്ന് വിളിച്ചു ചോദിക്കണം, രജിസ്ട്രേഷന്റെ അന്ന് രാവിലെയാണ് അറിയുന്നത്, ഹസ്ബൻഡ് അറിയുന്നത്, ഇന്ന് രജിസ്ട്രേഷനാണ് കൂടെ വരണം, ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പൊ വിഷ്വലൈസേഷൻ അത് ഒരു ഇതും പറയാനില്ല. വിഷ്വലൈസേഷൻ രക്ഷയില്ലല്ലേ, ഒരു രക്ഷയില്ല സാറേ. കാരണം ഇത്രയും അടുത്തടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യങ്ങൾ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി വിഷ്വലൈസേഷൻ ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ ഇനിയും ഞാൻ വീണ്ടും വരും സാറിന്റെ ഇറ്റ്സ് റിയൽമി. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് മി റിയൽമി ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരണം എന്നൊക്കെ വിചാരിച്ചതാണ്. എനിക്ക് പറഞ്ഞാൽ തീരാത്തത് കൊണ്ടാണ്, ഈ സമയം തീരില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വരാ, ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു വരാതിരുന്നത്. തികയൂലല്ലേ? ഓക്കെ, അതെ അതെ അതെ. അപ്പൊ എന്തായാലും അനുഗ്രഹങ്ങളാണ് സാറേ, ഒരു സംശയവും. ഒരിക്കലും നമ്മൾ ഈ EFT എന്ന് പറയുന്ന കോഴ്സ് ചെയ്തിട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഫീലിംഗ് വരില്ല. ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ ഹാജറ മാമിന്റെ ഹാജറ മാം അല്ല, താഹിറ മാമിന്റെ അണ്ടറിൽ വരുന്ന ഞങ്ങളുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മാമിന്റെ താഴെ വരുന്ന സ്റ്റുഡൻസ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്തു, ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, ഇങ്ങനെ എല്ലാതും ഉണ്ട്. അത് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്തോ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യും. അത് എല്ലാവരും. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ഇതുണ്ട്, സിങ്ക് ഉണ്ട്.
എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ എന്റെ കൂടെ ഉള്ളത് ആരിഫ മാം ആണ്. അപ്പൊ എനിക്ക് ഇതേപോലെ എന്തെങ്കിലും ഇത് ഫീൽ ചെയ്താൽ ഞാൻ ആരിഫ മാമിന് മെസ്സേജ് അയക്കും. ഞാനും ആരിഫ മാമും കുറെ സമയം സംസാരിക്കും. കുറച്ച് സമയമൊക്കെ പിടിച്ചു നിൽക്കും, എന്താ ഇനി ഇത് പറയണ്ട, കുറച്ച് കഴിഞ്ഞാൽ പോകും എന്നുള്ളത്. പക്ഷെ കുറെ സമയം നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നമ്മളെ അറിയുന്ന ഒരാൾ, കൂടുതൽ പറഞ്ഞില്ലെങ്കിലും നമ്മളെ കേൾക്കാനുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഈ ടീം മെമ്പേഴ്സിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ റിയാലിറ്റി. അതായത് പുതിയ കൂട്ടുകാരെ, പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന പുതിയ ഒരുപാട് കൂട്ടുകാരെ കിട്ടി അല്ലെ? നല്ലൊരു സർക്കിള് കിട്ടി. അതിനു മുൻപ് എന്താ വെച്ചാല് അതിൽ സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ പറ്റുന്ന, ഇതിങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അതിന് ഇങ്ങനെ പറഞ്ഞിട്ട് ടാപ്പ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കിട്ടുന്ന സൗഹൃദം ഇല്ല. ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? ദാറ്റ്സ് എ വെരി അതെ. ഗുഡ് തിങ്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. മാം, ഐ ക്യാൻ സീ യുവർ ഹാപ്പിനെസ്. നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. ആ ലൈഫ് മാറി രക്ഷപ്പെട്ട് തിരിച്ചു പിടിച്ചതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഇവിടെ ഈ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത്. മാം എനിക്ക് പറഞ്ഞോളൂ. റോഡിൽ ഇറങ്ങിയാല് ഇപ്പൊ റോഡിൽ പോയാ എവിടെ പോയാലും നമ്മുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ചിരിക്കുന്ന കുറേ മുഖങ്ങൾ നമുക്ക് കാണാം. ഇത്ര കാലം ഞാനത് കണ്ടിട്ടില്ല. നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ചില അറിയാത്ത കുറെ ആളുകൾ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കും ജസ്റ്റ് കാണുമ്പോ. ഇപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകൾ കൂടുതലാ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വിഷുവിന്റെ സമയത്ത് പോയിട്ട് നമ്മളൊരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, കയ്യിൽ ക്യാഷും ഇല്ല. 4 പേര് വന്നിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോളൂ, ഞാൻ അയാൾക്ക് കൊടുത്തോളാന്ന് പറയുന്നുണ്ട്. 4 പേര് വന്നിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കല്ലേ, സാധാരണ ഗൂഗിൾ പേയിലൊന്നും നിങ്ങൾ ഇന്ത്യയിലേക്ക് അക്കൗണ്ടിലേക്ക് ഇട്ടോ ഞാൻ തരാന്ന് പറയുന്ന ആളുകൾ വളരെ റെയർ ആണ്, ആരും തരില്ല. പക്ഷെ നമ്മളിങ്ങനെ നിൽക്കുമ്പോ മാഡം എന്റെ ഇതിൽ ചെയ്തു നോക്കൂ, നമുക്ക് അയാൾക്ക് ഞാൻ കാശ് കൊടുക്കാം, അയാൾക്ക് കാശില്ല. എന്നിട്ട് പക്ഷെ ശരിയായില്ല, അതെന്തോ ഇഷ്യൂ കാരണം. പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ടാവും, കുറേ പേര് വന്ന് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ മേ ബി ഇതിനു മുൻപ് വന്നിട്ടുണ്ടാവും സാറേ. പക്ഷെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ അറിയില്ല, നമ്മൾ അത് ഫീൽ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ അതൊക്കെ ശരിക്കും നമ്മൾ എവിടെ ഒരു കല്യാണത്തിന് പോയാൽ പോലും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോട് ചിരിക്കുന്ന കുറേ പേരുണ്ടാവും. എന്താന്നറിയില്ല, അറിയാത്ത സ്ഥലത്ത് പോയാൽ. അതായത് അത് നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവുകയാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഇന്നർ വിഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നത് പലപ്പോഴും നെഗറ്റീവ് ആയിരുന്നു. അപ്പം അതിലായിരുന്നു നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പല 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 ആൾക്കാരും ഇതേപോലെ പ്രശ്നത്തിലൂടെ കടന്നു, കാരണം ഒരുപാട് പെയിനിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യം. ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന് ഏറ്റവും വലിയൊരു പാഠം എന്ന് വെച്ചാൽ, ഉമൈവ മാം ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള ആ ഒരു ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടാണ് മാമിന്റെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, അല്ലെങ്കിൽ മനോഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈവൻ അത് എന്താ പറയുക, അതിൻ്റെ ആ ഒരു പെയിന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് ആ ആള് നമ്മുടെ എന്താ പറയുക, കിട്ടേണ്ട സംഗതി ഇത്രയേ ഉള്ളൂ, ഒരു സേഫ് സ്പേസ് അത് കിട്ടുക എന്നുള്ളതാണ്. ആ സേഫ് സ്പേസ് കിട്ടുകയും അതിൻ്റെ ഹീലിംഗ് നടക്കുകയും ചെയ്തപ്പോൾ ആള് തന്നെ ആകെ മറിഞ്ഞിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി വേറൊരു ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും EFT ചെയ്യണമെന്ന് ഷെരീഫ പറയുന്നു. സോ ഷെരീഫ നിങ്ങളുടെ സുഹൃത്താണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള നേരത്തെ വിളിച്ച് സംസാരിക്കുന്നു പറഞ്ഞല്ലോ, അവരാണ്. അപ്പം മാം ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഫൈനൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ കോഴ്സ് ചെയ്യാൻ സംശയിച്ച് നിൽക്കുന്നവരുണ്ടാവും. ഇതെനിക്ക് ഉപകാരപ്പെടുമോ, അല്ലെങ്കിൽ മാമിന് എന്താണ് പറയാനുള്ളത്? ഓൾറെഡി മാം പറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് കയ്യിൽ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവും. അവരോട് എന്താണ് മാം പറയാനുള്ളത്? ജസ്റ്റ് ഒരു 2 മിനിറ്റ്സിൽ അത് പറയാം. നിങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹം, അല്ലെങ്കിൽ ഈ ടീമിൽ വന്നിട്ട് ഇത് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ മീൻസ് നീട്ടിക്കൊണ്ടു പോകണ്ട. എത്രയും പെട്ടെന്ന് ചെയ്യാം. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് കറക്റ്റ് ബെനിഫിറ്റ് ആണ്. നമ്മൾ ആ എമൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ പല സ്ഥലത്തും നമ്മളിപ്പോൾ പനിയൊക്കെ വന്നാൽ, നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഡോക്ടറെ പോയി കാണും. പക്ഷെ മെന്റലി നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിൽ വെച്ചെങ്കിൽ നമ്മുടെ മണി ബ്ലോക്ക്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടീമിൽ ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങളത് നീട്ടിവെക്കണ്ട. നിങ്ങൾക്ക് അത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ ഒരു ബേസിക് കോഴ്സ് ചെയ്താൽ പോലും, അഡ്വാൻസ് കോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്താണ്
നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സമാധാനത്തിലും സന്തോഷത്തിലും ജോയ് എന്ന് പറഞ്ഞ സമാധാനം, സന്തോഷം, ഹാപ്പിനെസ് ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഇത് ഈ ഒരു കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് മീൻസ് നിങ്ങൾക്ക് ഉപകാരമാവും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, എനിക്കൊക്കെ പേഴ്സണലി കുറെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് എന്ത് വന്നിട്ടുണ്ട് വെച്ചാൽ നമ്മളെ ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ കറക്റ്റ് നമുക്ക് അതിന് ആൻസർ തരും. ഒരിക്കലും നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ, ഇത്ര ദിവസം മെന്റർഷിപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി കിട്ടൂലേ, അതല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് ഇത്രയും എന്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് എമൗണ്ട് വലുത് എന്നുള്ളതല്ല, ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ റിസൾട്ട് കിട്ടുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഓരോന്നിലും വിശ്വസിക്കുക. ഞാനൊക്കെ എൻ്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് സെർവൻസിനെ നിർത്തുമ്പോൾ പോലും നമുക്ക് ഡൗട്ടാണ്, ഇവർ ഫുഡ് കറക്റ്റ് കൊടുക്കുമോ, ഇവരത് ചെയ്യൂലേ, പണിക്കാര് ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു, വീട് പണിയുന്ന ആൾക്കാർ അത് അവർ കറക്റ്റ് ചെയ്യില്ലേ, അവർ സിമെന്റ് മണ്ണെല്ലാം കറക്റ്റ് എടുക്കില്ലേ, അതല്ലേ അങ്ങനെ വെറും ഡൗട്ടായിരുന്നു. പക്ഷെ സാറ് പറയുന്നതാണ് എല്ലാവരെയും വിശ്വസിക്കുക. നമ്മൾ അവരെ വിശ്വസിക്കുക, അവര് നമുക്ക് നന്മ ചെയ്തോളും. നമ്മൾ അവരെ അവിശ്വസിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് നല്ലത് കിട്ടാതെ വരുന്നത്. നമ്മൾ എല്ലാവരെയും വിശ്വസിക്കുക. അപ്പൊ നമ്മൾ ശരിക്കും ഈ കോഴ്സിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, ഞാൻ ഫസ്റ്റ് കേട്ടപ്പോ ഞാൻ ലോജിക്കലി മൈൻഡാണ് എല്ലാത്തിനും, പക്ഷെ മാജിക്കലി പറഞ്ഞ മിറാക്കിളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സംശയവും ഇല്ല. അപ്പം മാജിക്കലി റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾക്കുള്ള കുറെ ലോജിക്കലി തിങ്കിങ്, ഇത് പറ്റുമോ, ഇത് പറ്റില്ലേ, ഇത് ചെയ്ത അങ്ങനെയാവോ. ഞാൻ ഫസ്റ്റ് കോഴ്സിന്റെ ദിവസം എന്റെ പൈസ പോയോ എന്നാണ് ഞാൻ ഇതായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻസ് ഫസ്റ്റ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ്സിലോ നമുക്ക് അതിനൊരിത് കിട്ടില്ല. നമുക്ക് എത്ര ട്രോമാസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അതിനുള്ള ടൂള് കയ്യിൽ കിട്ടും. നമ്മുടെ മൈൻഡിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ നമുക്കതിന് റിസൾട്ട് ഉണ്ടാവും. അത് കറക്റ്റ്, അത് നമ്മുടെ മൈൻഡാണ്. നമ്മൾ അതിൽ വിശ്വസിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിശ്വസിക്കാതെ വേണ്ടി ഇതിലൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിനെയോ ഒരു മതത്തിനെയോ വേറെ ഒരു കാര്യമില്ല, വേറെ ഒന്നുമില്ല. നമ്മൾ പറയുന്ന സാറിന്റെ ടീം മെമ്പേഴ്സും പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടതുണ്ട്. അപ്പുറത്തെ വീട്ടിലുള്ളവന് കാശുണ്ട്, എനിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സങ്കടപ്പെടണ്ട. നമുക്ക് വേണ്ടത് ഈ പ്രപഞ്ചത്തിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ വേറെ ആ പ്രപഞ്ചവും പ്രപഞ്ചനാഥനും എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ആ പ്രപഞ്ചനാഥനും എനിക്ക് മാത്രമല്ല, ഈ ലോകത്തെ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ അത് അവിടെ ഉണ്ട്. അതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ പ്രപഞ്ചനാഥൻ നമുക്ക് തരും. അതിൽ വിശ്വസിച്ചാൽ നമുക്ക് വേറെ ലോജിക്കലി ഒന്നും തിങ്ക് ചെയ്യണ്ട. മാജിക്കലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. 100% റിസൾട്ടാണ്. ഇനി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു വിശ്വാസക്കുറവ്, അതല്ലേ ചെങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, ശരിക്കും ഫീൽ ചെയ്ത് ടാപ്പ് ചെയ്തണ്ടല്ലോ, ശരിക്കും നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തും. അതിന് കഴിയുമ്പോൾ ഒരു സംശയവും ഫീൽ ചെയ്തിട്ട് വേണം, നമ്മൾ മനസ്സറിഞ്ഞ് വേണം ചെയ്യാന്ന് മാത്രം. അതിൽ വിശ്വസിക്കുക, മനസ്സറിഞ്ഞ് ചെയ്യുക, റിസൾട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസിലോ ഫീൽ ചെയ്യുന്നതിലോ വിശ്വസിക്കുന്നതിലോ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാതെ ഈ സംഭവത്തിന് റിസൾട്ട് കിട്ടൂല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും കോഴ്സ് ചെയ്യാതിരിക്കേണ്ട. 100% റിസൾട്ട് കിട്ടും. ഇപ്പം എനിക്ക് കിട്ടിയ കുറെ അറിവുകൾ ഞാൻ എൻ്റെ ടീമിലുള്ള കുറെ പേർക്ക് ഇനി ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് അന്നും ക്ലാസ്സിൽ കുറച്ച് നമുക്ക് സംശയം വന്നാൽ ചോദിക്കാം, ഓപ്പൺ ആയിട്ട് ചോദിക്കാം. നമ്മളെല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താനിരിക്കുന്ന ഒരാളും ഈ ടീമിലും ഇല്ല, ഈ ടീം മെമ്പേഴ്സിലും ഇല്ല. അപ്പൊ പിന്നെ എന്താണ് നമുക്ക് പേടി? അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഓപ്പൺ ആയിട്ട് ചോദിക്കാം, നമുക്ക് അതിന് റിസൾട്ട്. ദെൻ നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ കാര്യത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. എനിക്ക് ആദ്യം ഞാൻ പടച്ചവനോട് പറഞ്ഞത് ഈ ഷാഫിസാർക്കും ഈ ഷാഫിസാറുടെ ടീം മെമ്പേഴ്സിനും കുറെ ആയുസ് കൊടുക്കണേ എന്നുള്ളതാണ്. കാരണം അവർക്ക് ആയുസ് ആരോഗ്യം കൊടുത്താൽ മാത്രമാണ് ബാക്കിയുള്ളവരും അവിടെ സന്തോഷവും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം അത്രയും ഒരു ഇത് മനസ്സിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അത് നമ്മൾ എവിടെ പോയാലും കിട്ടില്ല. പിന്നെ അതിലേക്ക് എത്തിച്ചേരുക പറഞ്ഞാൽ നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ എത്തുന്ന പോലെ നമ്മളിങ്ങനെ ജസ്റ്റ് നമുക്ക് അതിന് ഹജ്ജ് ഇതാണെന്നൊക്കെ അറിയും, പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെയോ ഇബ്രാഹിം നബിയുടെ വിളിയാൾ ഉണ്ടാവണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ ഇതിനും ഒരു
ഭാഗ്യം തന്നെ വേണം ഇങ്ങനെ ഒരു ടീമിൽ വന്നു ചേരുക എന്നുള്ളത്. അപ്പൊ ഒരിക്കൽ പോലും നിങ്ങള് എന്താണ് പൈസയെ കുറിച്ച്, ഇനി പൈസ ഇല്ലാന്നുണ്ട് ചെങ്ക സാറ് പറഞ്ഞ പോലെ വിഷ്വലൈസ് ചെയ്യും. ഞാൻ ഈ കോഴ്സ് ചെയ്യുന്ന കോഴ്സിൽ വന്നിട്ട് കോഴ്സിൽ ടാപ്പ് ചെയ്യുന്നതും എന്റെ വിഷമങ്ങളും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് അവിടുന്ന് പഠിക്കുന്നത്, അത് കഴിഞ്ഞ് ഇറ്റ്സ് മീ റിയൽമിയിലൊക്കെ വന്ന് എന്റെ കാര്യങ്ങൾ പറയുന്നതും ഒക്കെ നമ്മൾ ഒന്ന് വിഷ്വൽ ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം നമ്മളൊന്ന് കണ്ണടച്ചിരുന്നിട്ട് ഇതിങ്ങനെ കണ്ടിട്ടുണ്ട് കണ്ടല്ലോ. പഠിച്ച റബ്ബ് നമ്മുടെ അടുത്തേക്ക് അത് എത്തിക്കും. ഈ യൂണിവേഴ്സ് അത് നമ്മുടെ അടുത്തേക്ക് എത്തിക്കും, ഒരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏത് തരത്തില് ആണെങ്കിലും അതിനിതില് സൊല്യൂഷൻ ഉണ്ട്. EFTയിൽ സൊല്യൂഷൻ ഉണ്ട്. നമ്മളെ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന കാര്യം, എൻ്റെ ഫസ്റ്റ് വരുന്ന അഫർമേഷൻ എൻ്റെ ഫീൽ ചെയ്ത കാര്യം, എല്ലാവരോടും എല്ലാത്തിനോടും എനിക്ക് അനശ്വരമായ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരൊറ്റ അഫർമേഷനോട് കൂടി എനിക്ക് മറ്റുള്ളവരോടും ഉള്ള എല്ലാ ദേഷ്യവും വെറുപ്പും അങ്ങ് പോയി കിട്ടും. ഒരൊറ്റ വീട് എന്റെ ചെവിയിൽ അതിങ്ങനെ മൈൻഡിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുക. അതൊന്ന്. രണ്ടാമത്തേത്, നമ്മുടെ ഹാജറ മാം ഹീൽ ചെയ്യുന്ന സമയത്ത് ഈ യൂണിവേഴ്സിൽ നിന്നുള്ള പോസിറ്റീവ് ഹീലിംഗ് എനർജി, പോസിറ്റീവ് ലവ് എനർജി എന്നിലേക്ക് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന അത് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ജീവിക്കാൻ ഞാനിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു അഫർമേഷൻ, അതൊക്കെ മനസ്സിൽ നിന്ന് വരുമ്പോണ്ടൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. നമുക്ക് കിട്ടുന്ന കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് അഫർമേഷൻസ് മതി നമ്മളെ ജീവിതം മുഴുവൻ അങ്ങ് ഹൈയിലെത്തിക്കാൻ. വിഷ്വൽ ചെയ്യുമ്പോഴും നമ്മൾ വേറുള്ളവരിൽ നിന്ന് കിട്ടണം എന്നൊന്നും സാറ് പറഞ്ഞ പോലെ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് പൈസ വേറെ എവിടുന്നേലും കിട്ടണമെന്നോ അതല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നോ എന്നെ ഹെൽപ്പ് ചെയ്യുമോന്ന് പോലും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, വാങ്ങണം, വെള്ളം കിട്ടുമായിരുന്നു, വിൽക്കുക അത്രേ മതി. 2 പേര് വന്ന് ചോദിച്ചു. എന്റെ ഉമ്മ വെറുതെ ചോദിച്ചു എന്നോട്, ഞാൻ തരട്ടെ ഒരു 4 ലക്ഷം വെറുതെ ചോദിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, വെറുതെ ഇന്ത്യയിൽ എവിടുന്നാ പൈസ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാനൊരു 4 ലക്ഷം തരട്ടെ എന്നാണ് ചോദിച്ചത്. ഒരു 14 ലക്ഷം രൂപ എനിക്ക് ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ എന്റെ രജിസ്ട്രേഷനും തീർന്നു. അതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് കുറേ ദിവസങ്ങളായിട്ട് ടെൻസ്ഡാണ്. എന്ത് ചെയ്യണം. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂവേ നമുക്കില്ല. നമുക്ക് വേണ്ടത് പടച്ച റബ്ബ് നല്ല ഈ യൂണിവേഴ്സ് പ്രപഞ്ചനാഥൻ നമ്മളിലേക്ക് എത്തിക്കും, ഒരു സംശയമില്ല. അപ്പൊ ഒരിക്കൽ പോലും നിങ്ങള് മടിച്ചു നിൽക്കണ്ട, നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും ഒരിക്കൽ പോലും. പിന്നെ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് പല ആൾക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് പല ആളുകൾക്കും. പക്ഷെ ഇറ്റ്സ് മീ റിയൽമി ചെയ്യാത്ത കുറെ പേരുണ്ടാവും നമ്മുടെ ഓരോ ഇതിലും. അപ്പോ എല്ലാവരും മുന്നിലേക്ക് വന്നിട്ട് എനിക്കൊക്കെ പറഞ്ഞു തീരൂലാച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാതിരുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് നമ്മുടെ ഈ ഒരു EFTയുടെ ഇതില്. അപ്പൊ നിങ്ങൾ ഇതിനു മുൻപ് ആരോടെങ്കിലും ഇതേപോലെ സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ ഒരു നല്ല പ്ലാറ്റ്ഫോം നമ്മൾ ഇറ്റ്സ് മീ റിയൽമിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഹീലിംഗ് സെഷൻ ഇരിക്കുമ്പോൾ വീഡിയോ ഓൺ ആക്കണം എന്ന് പറയുന്നത്, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വീഡിയോ ഓൺ ആക്കണം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഡൗട്ട് നമ്മൾ ഉള്ളിൽ വെക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബി ഫ്രാങ്ക്, നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട്. എന്ത് കാര്യമായാലും അതിന് സൊല്യൂഷൻ നമ്മുടെ ടീം മെമ്പേഴ്സ് പറഞ്ഞു തരും. ഇനിയിപ്പോ നമുക്ക് ആ ഓൺ ദി സ്പോട്ടിൽ ഒരു സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിയുമ്പോൾ നമുക്ക് സൊല്യൂഷൻ നമുക്ക് എത്തിയിരിക്കും. നമ്മളത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. നമ്മൾ ഒരിക്കലും നമുക്കിത് നഷ്ടമാണെന്ന് വിചാരിച്ച്, നിങ്ങൾക്ക് നഷ്ടം എന്താവും അറിയോ, നമ്മൾ ഈ കോഴ്സ് ചെയ്തിട്ടില്ലെങ്കിലാണ് നമുക്ക് നഷ്ടം ഉണ്ടാവുക. കോഴ്സ് ചെയ്യുക, നന്നായിട്ട് ഫീൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ഫീൽ ചെയ്യണം. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചെസ്റ്റിലേക്ക് നമ്മുടെ കഴുത്തിലേക്ക് ഇങ്ങോട്ടേക്ക് പോകും നമ്മുടെ കൈ. ആ പോകുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് കറക്റ്റായിട്ട് ചെയ്തതിന് കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, കുറേ സമയമൊന്നും വേണ്ട. ഞാൻ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ടാപ്പ് ചെയ്ത് പോകും. കറക്റ്റായിട്ട് ടാപ്പ് ചെയ്ത് പോകും. എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഓൺ ദ സ്പോട്ടിൽ ടാപ്പ് ചെയ്ത് കളയും. അതിപ്പോ നമുക്ക് മാത്രമല്ല, എനിക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുട്ടികൾക്കൊക്കെ, എൻ്റെ മോനും മോളൊക്കെ ശരിക്കും എനിക്ക് കിട്ടിയതിനേക്കാളും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വളർന്നു വരുന്ന മക്കൾക്ക് ഒരു ഇമോഷണൽ ഇതുണ്ടാവും. ഞാൻ ഈ കോഴ്സ് തുടങ്ങിയതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ദേഷ്യപ്പെട്ടപ്പോ എൻ്റെ 2ാം ക്ലാസ് പഠിക്കണ മോൻ പറഞ്ഞത് എന്താണെന്നറിയാം, ഞാൻ ഈ മെഡിക്കേഷനും ക്ലാസ്സിലൊന്നും ഇരുത്തൂലമ്മ,
ഉമ്മച്ചിനെ, ഉമ്മച്ചി വീണ്ടും ദേഷ്യപ്പെട്ടു എന്നാ. ഇപ്പൊ അവൻ പറയുന്ന, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ദേഷ്യമല്ല, സങ്കടമല്ല, വിഷമല്ല, ഒന്നുമില്ല. എപ്പോഴും നമുക്ക് ചിരി മാത്രം. എപ്പോഴും അവൻ ഇപ്പൊ എന്നോട്, ഞാൻ ചോദിക്കും, നീ അല്ലേടാ എന്നോട് ചിരിക്കാൻ പറഞ്ഞിരുന്നെ, ഇപ്പൊ എന്താ നീ എന്നോട് പറയാത്ത ചോദിച്ചു. ഇപ്പൊ ഉമ്മച്ചി എപ്പോഴും ചിരിച്ചും കൊണ്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു ഫീലിംഗ് ശരിക്കും ഫീൽ ചെയ്യും. നിന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടിക, അത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല. ചെറുപ്പത്തിൽ അനുഭവിച്ച ദാരിദ്ര്യവും വിഷമം, പട്ടിണി, ഇതൊന്നും എനിക്ക് ഒരു ഡിഗ്രി ആയതിനു ശേഷം ഞാനത് അനുഭവിച്ചിട്ടില്ല. ഡിഗ്രി, PGയോ BEd ഒക്കെ ചെയ്തതിന് ശേഷം. അപ്പം ഇത് ഇപ്പോ എല്ലാം ഉണ്ട്. പക്ഷെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു ഇത്, അത് നമ്മൾക്ക് കിട്ടാത്ത അറിവാണ്. നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെന്നുള്ള അറിവില്ലായ്മയാണ്. അപ്പൊ നമ്മളിത് കൊണ്ടുനടക്കണ്ട. എല്ലാവർക്കും ട്രോമാസ് ഉണ്ട്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരോടും അനശ്വരമായ ഒരു ബന്ധമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം സെറ്റാണ്. അപ്പൊ നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളവരുടെ എനർജി കറക്റ്റ് ആയിട്ട് ചേഞ്ച് ആവും. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ ചില ദിവസങ്ങളിലൊന്നും ഒന്നും പറയില്ല. നമ്മള് ആ ഒരു അഫർമേഷനും എനിക്ക് അറിയില്ല ഇതെന്നെ ശരിക്കും മിറാക്കിൾ എന്നുള്ളത്. നമ്മളങ്ങനെ താലോലിച്ചോണ്ട് അത്ര നമ്മൾ സേഫ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും EFT ചെയ്യുക. EFT ചെയ്താല് നമ്മളൊരു 4 എന്താണ് ഡോക്ടറെ അടുത്ത് പോവുകയാണെന്ന് വെച്ചാൽ 2000 രൂപ എന്തായാലും ചെലവാകും. ഡോക്ടർ ഫീസും പിന്നെ അവർ തരുന്ന ആന്റിബയോട്ടിക്കും മരുന്നും. ഒരു 5 പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ 10,000 പോയി. കൂടെ ഇപ്പൊ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ എനിക്കൊന്നും ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് പ്രഷർ ഇല്ല, ഷുഗർ ഓൾറെഡി ഇല്ലാതെ പ്രഷർ ആയിരുന്നു എനിക്ക് ഈ ഒരു ഇത് കാരണം ഉണ്ടായിരുന്നു. ആ പ്രഷർ നോർമലാണ്. പിന്നെ എനിക്ക് ഹീമോഗ്ലോബിന്റെ കുറവുണ്ടായിരുന്നു. എപ്പൊ നോക്കുമ്പോഴും HB കുറവാണ്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇപ്പോ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഹീമോഗ്ലോബിൻ നോർമൽ ആയിട്ട് നിൽക്കുന്നു. അത് പിന്നെ നമ്മുടെ നടത്തം, ഞാനിങ്ങനെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒടിഞ്ഞ പോലെ അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഈ സാറെ ക്ലാസ് ഒക്കെ കഴിഞ്ഞത് നമ്മൾ നടക്കുമ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് എനർജറ്റിക് ആയിട്ടാണ് നടക്കുക. നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഒരു നമ്മളിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ശരിക്കും അത് നമ്മൾക്ക് വെറുതെ കിട്ടൂല എന്തായാലും. അപ്പൊ നിങ്ങൾ കോഴ്സ് എന്തായാലും ചെയ്യുക. കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് ആ റിസൾട്ട് വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അതാണ്. കാരണം ഞാൻ എൻ്റെ കൂടെ ഉള്ള ആരെങ്കിലും എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ട് വെച്ചാൽ ഞാനായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന സമയത്ത് അവർക്കും ഒരു എനർജി മാറ്റാണ്. അത് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്കും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കിട്ടിയിട്ടില്ല വെച്ചെങ്കിൽ ഷാഫി സാറോടോ ടീം മെമ്പേഴ്സിനോടോ ചോദിച്ചിട്ട് എന്റെ നമ്പർ വാങ്ങിച്ചോളൂ. നിങ്ങളെ ഞാൻ ആ ലെവലിലേക്ക് എത്തിക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അവര് ചെയ്തു. അടിപൊളി സെഷൻ. ഇന്നൊന്നും പറയാനില്ല, വേറെ ലെവൽ. ശരിക്കും നല്ലൊരു കൈയടി കൊടുക്കുക. വാട്ട് എ ഫാന്റാസ്റ്റിക് പേഴ്സൺ. എന്താണ് വേറെ ലെവല് മാം, ഒന്നും പറയാനില്ല. ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്. ഇതാണ് ഞാൻ കാണുന്ന സ്വപ്നം. മനസ്സിലാകുന്നുണ്ടോ? അതായത് നല്ല ഒരു എന്താ പറയുക, ശരിക്കും മാമിന് ശരിക്കും അതിന്റെ ആ ഒരു ഹീലിംഗും നടന്നതിന്റെ റിസൾട്ട് കിട്ടിയതിന്റെയും എന്താ പറയാ ഒരു ഫുൾ എന്താ പറയാ ലൈഫ് ചേഞ്ച് ആയതിന്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ കാണുന്നത്. ആ ഹാപ്പിനെസ് ആണ് ഈ കാണുന്നത്, ആ സന്തോഷമാണ് ഈ കാണുന്നത്. തീർച്ചയായിട്ടും മാം, ശരിക്കും പറഞ്ഞു യെസ്. എന്താണ് ബാക്കിയുള്ളവർക്കൊക്കെ പറയാം. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ലാസ്റ്റിലേക്ക് ഇങ്ങനെ എത്തുമ്പോ ഉണ്ടല്ലോ, ശരിക്കും വേറെ ലെവലിലേക്ക് പോയി. തുടക്കത്തിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് എന്താണ് പറഞ്ഞത്? 3 മണിക്കൂർ വേണമെന്ന്. 3 മണിക്കൂർ വേണം. അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുണ്ട്. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 1000 ഉത്തരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളത് എൻജോയ് ചെയ്തു. ലാസ്റ്റിലേക്ക് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ മീല് വരുന്നതിന്റെ മുൻപ് എന്തൊക്കെയോ പറയാൻ പാടുള്ളൂ എന്ന് നോട്ട് ചെയ്ത് വെക്കണം വിചാരിച്ചിട്ട് ഞാൻ കുറെ ദിവസം മുന്നൊക്കെ നോട്ടൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇത് പറഞ്ഞു തരുമ്പോണ്ടല്ലോ ഒന്നായിട്ട് കണക്റ്റഡാ. പിന്നെ എന്താ ഇതിനെ കുറയ്ക്കുക? അപ്പൊ നോട്ട് ഉണ്ടാക്കുന്നതിന് മുന്നേ എന്റെ മോൾ എന്നോട് ചോദിച്ചു, ഇമ്മച്ചി ഇറ്റ്സ് മീ റിയൽമിയില് മുന്നേ ഹാജറ മാം ചോദിച്ചപ്പോ എന്താ പറഞ്ഞില്ല, ഇമ്മച്ചിക്ക് കുറെ പറയാല്ലേ, ഇമ്മ പറയില്ലേ?
പിന്നെ വീണ്ടും ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ ജസ്റ്റ് ഓക്കെ അല്ലേ, ഓക്കെ പറയൂ, ഓക്കെ പറയൂ. എന്നിട്ട് ഇന്നലെ എന്നോട് ചോദിച്ചു, ഇമ്മച്ചി കൊറേ പറയാണ്ടാവും, ഇമ്മച്ചി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചൂടെ? നോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല സാറേ, അത് കൊറേ പറയും കൊറേ പറയില്ല, നമുക്ക് കൊറേ ഉണ്ട് അത്. അപ്പൊ ശരി, ഒരിക്കൽ പോലും നമ്മള് നഷ്ടം എന്താവുന്ന അറിയാം, നഷ്ടബോധം വരിക ഇത് ചെയ്തില്ലല്ലോ എന്നുള്ളതായിരിക്കും, ഇത് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതായിരിക്കും നഷ്ടം. അതെ അതെ മാമിന് ഇവിടെ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാല് ആരൊരാൾ ഉറങ്ങാൻ വേണ്ടിട്ട് മെല്ലെ കിടക്കായിരിച്ചിരുന്നു, അവര് വരെ എണീറ്റ് വന്നു. അതാണ് നിങ്ങളുടെ സക്സസ്. ഫാന്റാസ്റ്റിക്. കാരണം എനിക്ക് വേണ്ട, ഞാൻ കാണുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഓക്കെ, എന്താണ് ശരിക്കും സർ, ഞാൻ ഉറങ്ങാൻ പോയതായിരുന്നു. ഇത് കേട്ടിട്ട് എന്താ പറയാ, വരിച്ചിരുന്നു പോയി. ഒരു ബോറടി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. സാധാരണ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുമ്പോൾ നമുക്ക് ബോറടിക്കും, പക്ഷെ ഇത് ബോറടിയേ ഇല്ല. നമുക്ക് എന്താ പറയാ, പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്ന പോലെ തോന്നി. ഫാന്റാസ്റ്റിക് സെഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ മാമിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് കുട്ടികൾ, ഒരു അധ്യാപികയാണ്, പുതിയ ജനറേഷനെ പഠിപ്പിച്ചു കൊടുക്കണം, കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി ഇതാണ്, നമ്മുടെ ഹീലിംഗിന്റെ വിഷൻ ഇതാണ്. അതായത് ഹീൽ കേരള എന്ന് പറയുന്ന ക്യാമ്പയിൻ ആണല്ലോ. ആ ക്യാമ്പയിനിൽ നമ്മളുടെ ടാഗ് ലൈൻ പറയുന്നത് ടേൺ ഗോഡ്സ് ഓൺ കേരള കൺട്രി എഗെയിൻ. ടേൺ കേരള ഗോഡ്സ് ഓൺ കൺട്രി എഗെയിൻ. കേരളത്തെ വീണ്ടും ഒരു ഗോഡ്സ് ഓൺ കൺട്രി ആക്കി മാറ്റാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ എന്താണെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെയും ദയയുടെയും കമ്പാഷന്റെയും ലവിന്റെയും ഒരു അവസ്ഥയിലേക്ക് എന്താ പറയുക എത്തുക. എല്ലാവരും സമാധാനത്തിലാവുക. വഴക്കും പ്രശ്നങ്ങളും ടോക്സിസിറ്റിയും ഡ്രഗ്സും ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്ത, ഭയമില്ലാത്ത ഒരു നല്ല സമാധാനമുള്ള ഒരു കേരളം. അതിന് നമുക്ക് കുറച്ചു പേരിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എത്തുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റുഡൻസ്, ഉമൈവ മാമിനെ പോലുള്ള സ്റ്റുഡൻസ് നമ്മളുടെ ഇങ്ങനെ കോഴ്സിലേക്ക് വരികയും ഈ ഒരു ലെവലിലേക്ക് ഈ എനർജി സ്പ്രെഡ് ചെയ്യുമ്പോണ്ടല്ലോ, ഇതിപ്പോ ആക്ച്വലി കോഴ്സ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവര് ചിന്തിക്കുന്നുണ്ടാവുന്ന വെച്ചാല്, ഷടാ ഇത് വേറെ ലെവലായല്ലോ. അവര് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നാ തോന്നുന്നത്, എനിക്കൊന്നും കിട്ടിയത് എന്താ പറയാ, അങ്ങനെ ഒരു തിങ്കിങ്ങിലേക്ക് എന്ന് വെച്ചാൽ ഇനി ഞാൻ ഒരുപാട് അവർക്കൊരു ഇൻസ്പിറേഷനാണ്. കണക്ഷൻ വിട്ടവരൊക്കെ ഉണ്ടാവും, അവർക്കൊരു ഇൻസ്പിറേഷനാണ് ഈ ഒരു സെഷൻ. തീർച്ചയായിട്ടും മാം. ഓഡിയൻസിന് ചോദിക്കാം, ഞാനതിൽ ഇടപെടുന്നില്ല, ചോദിച്ചോളൂ മൈദീൻ. ഗുഡ് മോർണിംഗ് ഷാഫിൻ. ഇപ്പൊ സാർ പറഞ്ഞല്ലോ ഓഡിയൻസിന് ഇതൊരു ഇൻസ്പയറിംഗ്, അമേസിംഗ്, ഒന്നും പറയാല്ല. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നല്ല, ഞാൻ 5 മണിക്ക് എണീറ്റു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല 5 മണിക്ക് എണീക്കുന്നു. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ലൈഫിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്റെ അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഭൂലോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയം എന്ന് പറയുന്നത് നിഘണ്ടുവിലില്ല. എന്താന്ന് അറിഞ്ഞൂടാ എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു എത്തിക്സ് ഉണ്ട്. അത് എന്താണെന്ന് പോലും ഒരാളോടും ഷോ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. എന്റെ ഇതെന്താ ഗോഡാണെന്നോ അല്ലെങ്കിൽ ദൈവം ഇല്ല എന്നുള്ളതാണ്. എന്താണെന്ന് അൾട്ടിമേറ്റ് പ്രധാനം മനുഷ്യൻ തന്നെയാണ്. അതിലപ്പുറം വേറെ ഒന്നും. സ്നേഹം മനുഷ്യനാണ്. മനുഷ്യനെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മനുഷ്യനെ എതിര് നിൽക്കുന്ന ഏത് മതമാണെന്നുണ്ടെങ്കിലും, ഏത് വേറെ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അതിനെ തള്ളും. വളരെ ബഹുമാനപൂർവ്വം തള്ളും. താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ, ആർക്കാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത്? എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാമിനോട് ചോദിക്കാം. ഉമൈവ മാമിനോട് ഇനി ഫൈനലായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പറഞ്ഞോളൂ. ഹലോ, ഞാൻ കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? കേൾക്കാം സാറേ. കേൾക്കണം. ഓക്കെ, ശരി. അപ്പൊ മാം ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക്, ഫൈനലായിട്ട് മാമിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.
എന്നെ ഇത്ര നേരം സഹിച്ച ഷാവി സാർക്കും പിന്നെ എന്റെ കൂടെയുള്ള ഇത്രയും പേർക്കും ഒരുപാട് നന്ദി. പിന്നെ EFT ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാതിരിക്കരുത്. നിങ്ങൾ എന്തായാലും മനസ്സറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. 1-2 കാര്യങ്ങളെങ്കിലും എല്ലാ ദിവസം 1-2 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ഒരു 2 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. ദെൻ ഒരു 2 മിനിറ്റ് നമ്മൾ 1-2 കാര്യങ്ങൾ ജസ്റ്റ് അഫർമേഷൻസ് പറഞ്ഞ് ടാപ്പ് ചെയ്യുക. ശരിക്കും നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യും. നമ്മൾ ആ കിട്ടിയ ടൂളിനെ യൂസ് ചെയ്യാതെ ആവുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, റിസൾട്ട് വരാതിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുക ചെയ്യരുത്. ഒരു ദിവസം ഒരിക്കലെങ്കിലും നമ്മൾ അത് ചെയ്യുക. അപ്പൊ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇനി എല്ലാം മീൻസ് ചെയ്യാൻ വരുന്നവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ദെൻ ഷാവി സാറിന്റെ ടീം മെമ്പേഴ്സിന്റെയും കൂടെ നിങ്ങളുടെ ഉയർച്ചയിൽ ഞാനും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യും. കാരണം ഈ ലോകം ഈ ഒരു സാറിന്റെ വിഷൻ എന്ന് പറയുന്ന ഈ സാറിന്റെ ടീം മെമ്പേഴ്സിന്റെയും ഈ വിഷൻ എന്തായാലും സക്സസ് ആവട്ടെ. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും എന്നെ കേട്ട് സഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. കൂടുതൽ ചെയ്യേണ്ടത് ഏത് എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? പ്രാക്ടീസ്? ചോദിച്ചോളൂ. എന്താണ് ഏത് പ്രാക്ടീസ് ആണ് കൂടുതൽ ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് ഡൗൺ ആയി കിടക്കുക. ഒന്നും ഒക്കെ 1-2-3 ദിവസം ചെയ്യും. ഉമ്മൈവ മാം, ഇവിടെ ചില ആൾക്ക് മാമിന് ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ മാമിന്റെ നമ്പർ ചോദിച്ചിരുന്നു ആരെ കമന്റിൽ. മാം കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്താ പറയാ, അവർക്ക് വലിയ ഉപകാരം, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ താഴെ മാം എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യുക. പലർക്കും മാമിനെ വിളിക്കാം, സംസാരിക്കാം ഒക്കെ ചെയ്യാം. മാമിന്റെ നമ്പർ മാം ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഹെൽപ്പോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, സംസാരിക്കാം. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്ലാറ്റ്ഫോം തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ വരും. മാമിനെ പോലത്തെ ആൾക്കാർ, മെമ്പേഴ്സ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വെൽവിഷേഴ്സിന്റെ ക്ലയൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്പേഴ്സിന്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച്. കാര്യം പറഞ്ഞോട്ടെ മാം, ഞാൻ നിങ്ങളെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ ബാച്ച് 5 ഉള്ളതാണല്ലോ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. യു ഡോണ്ട് വെറി, കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ അടുത്ത ദിവസം വന്ന് ഇറ്റ്സ് മീ റിയൽമി പറയുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ ബീവി മാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്പർ ഒന്നുകൂടി പറയോ? 95 44 347 360. അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. 95 44 34 73 60. ഓക്കെ, ഇതാണ് നമ്പർ. 9544 347 360. മാമിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക, സംസാരിക്കുക, കണക്ട് ചെയ്യുക. എന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കുക, ഈ കോഴ്സിനെ പറ്റി ചോദിക്കുക, എന്താ എങ്ങനെയാ, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് മാം ഫോർ കമ്മിങ് ഹിയർ ആൻഡ് സപ്പോർട്ടിങ് അസ് ദിസ് ഇനീഷ്യേറ്റീവ്. ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സെഷൻ ശരിക്കും മൈൻഡ് ബ്ലോയിങ്. തീർച്ചയായിട്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയണം. നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് പറയണേ മാമില്ല. മാമാണ് റിയൽമിയിലേക്ക് വിളിച്ചത്. ആരാണ്? ഹാജര മാം. ഹാജര മാം. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ, ഡെഫിനറ്റ്ലി. ഹാജര മാം ഇത് എന്തായാലും കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് താങ്ക്സ് പറയാ. ഇനി താങ്ക് യു മാം. താങ്ക് യു മാം. ഹാപ്പി താങ്ക് യു മാം. ഗുഡ് സെഷൻ. നമ്മുടെ ഈ ഒരു മാരത്തോണിൽ പങ്കെടുത്തതിന്റെ ഫീൽ ഉണ്ട് സർ. എന്താണ്? ഒരു മാരത്തോണിൽ പങ്കെടുത്തതിന്റെ ഫീൽ ഉണ്ട്. ഒരു മാരത്തോൺ പങ്കെടുത്ത ഫീൽ ഉണ്ട്. ആരെയും പറയുന്നത്? നമ്മുടെ സമീറ മാം ആണല്ലത്, അല്ലേ? യെസ് സർ. ഞാൻ ആ മാരത്തോണിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുക. പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ആ മാരത്തോണിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും അതിലേക്ക് എത്തുക. കാരണം
ഇവരൊക്കെ ഷെയർ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ റെഡിയായി വന്നില്ലേ? എന്താ അവസ്ഥ? അൽഹംദുലില്ലാ ശരിയായി വരണം. ശരിയായി വരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടാവണം. നമുക്കൊരു മീറ്റപ്പ് ഒക്കെ വെക്കണം. കാലിക്കറ്റില് അടുത്തൊരു മീറ്റപ്പ് വരുന്നുണ്ട്. നമ്മുടെ ചാപ്റ്ററിന്റെ ഫംഗ്ഷൻ വരും. അതിന്റെ കൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും മീറ്റപ്പ് ഉണ്ടാവുക. സോ നമ്മളെ ഹീലിംഗ് സെക്ഷൻ എന്നാ നീ ഏത് ഹീലിംഗ് സെക്ഷൻ ഏതാണ് നമ്മ ഉദ്ദേശിച്ചത്? പറഞ്ഞില്ലേ കോഴിക്കോട് നടത്തണ നമ്മള് പറഞ്ഞിട്ടുണ്ടോ? ആ കോഴിക്കോട് അതെ മഞ്ചേരി. അതെ അതന്നെ ചാപ്റ്റർ ആയിട്ടുള്ളതല്ലേ. അപ്പൊ അത് ആ ഹീലിംഗ് സ്പേസിന്റെ കാര്യം നമ്മൾ ഈ മാസം ഉടനെ ഉണ്ടാകും. മേ ബി 2 വീക്സിനുള്ളിലോ അല്ലെങ്കിൽ 3 വീക്സിനുള്ളിലോ ഉണ്ടാവും കേട്ടോ. ഞാൻ അതിന്റെ പിന്നാലെയാണ്, അതിന്റെ പണിയിലുള്ളത്. അപ്പൊ അത് എങ്ങനെ നടത്തണം, എങ്ങനെയാ നടത്തുക, ഏത് രീതിയിലാണ് നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വെച്ചിട്ടായിരിക്കാം ഫസ്റ്റ് സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അതേപോലെ തന്നെ റിലേറ്റീവ്സിനെയൊക്കെ കൂട്ടുക. നിങ്ങൾക്ക് പരമാവധി ആൾക്കാരെ കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നല്ല രീതിയിൽ ഇതിന്റെ ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തണം. ഒരുപാട് പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്. അവനവന്റെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കുടുങ്ങി കിടക്കുകയാണ്. ആ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കുടുങ്ങി കിടക്കുന്നത് നമുക്ക് എത്ര പേരെ രക്ഷപ്പെടുത്താൻ പറ്റും അത്രയും പേരെ രക്ഷപ്പെടുത്തണം. ഇന്നിവിടെ ഉമൈവ മാം ഒക്കെ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉമൈവ മാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇത്ര കാലം ഇനിയും ദുഃഖിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് മുതുകു കൂനി ഹൈറ്റ് ഉണ്ടായിട്ട് മുതുകു കൂനി നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നത് ടെൻഷനും വിഷമം ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഹാപ്പി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നമ്മളിപ്പോ ഇവിടെ ഏകദേശം 180ഓളം ആൾക്കാർ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്നു. ഈ 180 ആൾക്കാരുടെ മനസ്സിൽ നിന്ന് ഈ ഒരു യൂണിവേഴ്സിലേക്ക് നല്ല ചിന്തകൾ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു എന്താ പറയാ ചാരിറ്റിയാണ്. അപ്പം ആ ചാരിറ്റിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ. ഒരുപാട് പേര് എന്താ പറയുക ലൈഫിൽ നമുക്ക് രക്ഷപ്പെടുത്താനുണ്ട്. ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പൊ എൻ്റെ ഒരു വിഷൻ എന്താ വെച്ചാൽ ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ആ പ്ലാറ്റ്ഫോം റൺ ചെയ്യുന്നത് നിങ്ങളായിരിക്കും, ഞാനായിരിക്കില്ല. അതാണ് സേഫ് സ്പേസ്. അത് നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ അവിടെ ലീഡേഴ്സ് ആയിരിക്കും. നിങ്ങൾ അത് നടത്തിക്കൊണ്ട് പോവുക. അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വിളിക്കുക, ഞാൻ വരും. നമ്മുടെ ടീം മെമ്പേഴ്സ് വരും, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരും, സപ്പോർട്ട് തരും. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക. അത് സ്പേസ് ഒരു ചാപ്റ്ററാണ്, ഹീലിംഗ് ചാപ്റ്റർ. എല്ലാ ദിവസവും നല്ല രീതിയിലേക്ക് നടത്തിക്കൊണ്ടുപോകാം. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു 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 പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ മാറ്റിയെടുക്കണം. ഉമൈവ മാം ഒക്കെ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഭയങ്കര പവർഫുൾ ആണ്, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒന്നും ആ ലെവല് തീപ്പരി എന്താ പറയാ സെഷൻ ആയിരുന്നു ഇന്ന്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ. മൈമുനത്ത് മാം ഉണ്ട്, മൈമുനത്ത് മാം ഉണ്ട് അവിടെ. മാം നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ഷണിക്കാറുണ്ട്. എപ്പോഴൊക്കെ മീറ്റപ്പ് ഉണ്ടോ മാമിന് അപ്പോഴെ എൻട്രി നമ്മൾ ഓപ്പൺ ആണ്. അപ്പം അതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം, നിങ്ങളുടെ നാട്ടിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. നല്ല ഉദ്ദേശത്തിൽ, വേറെ ഒന്നും ആവരുത്. ഞാനെന്നോ നിങ്ങളെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഞാനെന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പ്രസിഡന്റോ അല്ലെങ്കിൽ സെക്രട്ടറിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അധികാരം മിസ്യൂസ് ചെയ്യുന്ന അതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം അത് ഉദ്ദേശമേ ഇല്ല. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആൾക്കാരെ ഹീൽ ചെയ്യണം, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് നമ്മൾ അവിടെ ഇല്ല, നമുക്ക് അവിടെ റോളില്ല. നമ്മളെല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ട് ഈഗോ ഇല്ലാത്ത ഒരു നോ അജണ്ട സ്പേസ് ആണത്. അവിടെ ഒരാൾക്കും ഒരു അജണ്ടയില്ല, ഒരാൾക്കും ഒരാളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക സംഗതികളൊന്നുമില്ല. പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പരസ്പരം ഹീൽ ചെയ്യുന്ന ഒരു ഹീലിംഗ് മൈൻഡുള്ള, ഹീലിംഗ് നടത്തുക എന്ന് മാത്രം. ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം റെഡി ആയിക്കോളും. ബാക്കിയെല്ലാം അവനവനെ തന്നെ ഉണ്ടാക്കാൻ കഴിയും. ആ ഹീലിംഗിലൂടെ കടന്നു പോവുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് ഇതിനെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. സമൂഹത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, സമൂഹത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റി എന്നൊരു കാര്യമുണ്ട്. അപ്പൊ മരിച്ചു പോകുന്നതിന് മുൻപ് സമൂഹത്തിന് നമ്മളായിട്ട് കൊടുത്ത എന്തെങ്കിലും ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഗതി, അതിന്റെ ഭാഗമായിട്ട് അതൊരു വലിയ കയ്യൊപ്പാക്കി 1000 ആൾക്കാർ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൊടുക്കാം. നമ്മൾ ആശയം വെക്കുന്നത് മാത്രമാണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നടത്തുക. അതിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ നിന്ന് ഒരുപാട് നല്ല ഹീലർമാർ ഡെവലപ്പായി വരും. അപ്പൊ നമുക്ക് കേരളത്തിൽ പല സംഘടനകളും ഉണ്ട്. പബ്ലിക് സ്പീക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ട്രെയിനർമാരെയും കോച്ചുമാരെയും ക്രിയേറ്റ് ചെയ്യുന്ന. ഇപ്പോൾ
JCI എന്ന് പറയുന്ന സംഘടന, അല്ലെങ്കിൽ BNI എന്ന് പറയുന്ന സംഘടന, ഇതൊക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹീലേഴ്സിനെ ഈ ലോകത്തിന് ആവശ്യമാണ്, കേരളത്തിന് ആവശ്യമാണ് പ്രത്യേകിച്ച്. അപ്പോൾ ഹീലേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് മാറ്റണം. അങ്ങനെ ഒരു 1000 ഹീലേഴ്സിനെ അല്ലെങ്കിൽ 10,000 ഹീലേഴ്സിനെ നമുക്ക് 1000 ഹീലേഴ്സിനെ നമുക്ക് ആദ്യഘട്ടത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു മിഷൻ എനിക്കുണ്ട്, അല്ലെങ്കിൽ വിഷൻ ഉണ്ട്. ആ വിഷനിലേക്ക് നമുക്ക് എത്തണം. പതിയെ പതിയെ എത്തിയാൽ മതി. നമുക്ക് ബേജാറൊന്നുമില്ല, തിരക്കൊന്നുമില്ല, നമുക്കങ്ങനെ മറ്റുള്ളവരെ കാണിക്കണമെന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ജെനുവിൻ ആയിട്ട് അത് പതുക്കെ ജെനുവിൻ ആൾക്കാർ വരണം. ആ ജെനുവിൻ കെയറിങ് ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഡെവലപ്പ് ആവും. സ്പ്രെഡ് ചെയ്യണം പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ. ഏറ്റവും മുൻപിൽ ഒരു 3-4-5 ആശയങ്ങളുണ്ട്. ആ 5 ആശയങ്ങൾ പലതും ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കണം. ആദ്യ ഘട്ടം ഹീൽ കേരള എന്നുള്ളതാണ്. അത് നമുക്ക് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ഹീൽ ഇന്ത്യ, വി ഹാവ് ഹീൽ വേൾഡ്. സോ സക്സസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള കോൺസെപ്റ്റുകളാണ്. എത്രത്തോളം എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് വി വിൽ ട്രൈ. ഓക്കെ, അണ്ണാറെ കണ്ണിന് തന്നാലായിരുന്നല്ലേ. നമുക്ക് കുറച്ച് ആൾക്കാരാണെങ്കിൽ ആ കുറച്ച് ആൾക്കാർ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പൊ ഇവിടെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. ഞാൻ 100 പേരുടെ ലൈഫിൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു എഫേർട്ട് കൊണ്ട്, ഞാനെന്നുള്ളതല്ല, നമ്മുടെ ടീമിന്റെ എഫേർട്ട് കൊണ്ട്, ഇപ്പൊ അതിൽ സിനിമ മാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഓരോരുത്തരും, ഹാജറ മാം ആയിക്കോട്ടെ, നമ്മുടെ വെൻഡേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും കൂടിയിട്ട്, ശരത് സാർ ആയിക്കോട്ടെ, എല്ലാവരും കൂടെ കൂടിയിട്ട്, നമ്മുടെ CC-മാര് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലോകമാണ്. അതേപോലെ അതിൽ നിങ്ങളുമുണ്ട്. നിങ്ങളിപ്പോൾ ഓരോരുത്തരുണ്ട്. ഈ ഇറ്റ്സ് മീ റിയൽമിയിൽ വന്ന് ഷെയർ ചെയ്യുന്ന ആൾക്കാർ എന്തോരം നല്ല കാര്യമാണ് ചെയ്യുന്നത് അറിയാം. നമ്മളൊക്കെ എത്ര പറഞ്ഞാലും പലരും തെറ്റിദ്ധരിക്കും. ഓക്കെ, ഇതൊരു എന്താ പറയുക, ഓക്കെ ഒരു സ്ഥാപനമാണ്, അവരുടെ ബിസിനസ് ആണ്, അവരുടെ മാർക്കറ്റിംഗ് ആണ്, അങ്ങനെ പലതും ചിന്തിക്കും. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെയാണ് നിങ്ങളൊക്കെ എന്താ വെച്ചാൽ ഈ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മാം, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ഇറ്റ്സ് റിയലി ഇൻസ്പയറിംഗ് ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്പ് അസ് ഓൾ. ഞങ്ങളെല്ലാവരെയും അത് ഞങ്ങളുടെ ജോലി എളുപ്പമാക്കി തരുക. ചെറിയ കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ജോലി എളുപ്പമാക്കി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഹീലിംഗ് എന്ന് പറയുന്ന മിഷൻ നമുക്ക് നടപ്പിലാക്കാനുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഇതെല്ലാം. ഇത് കാണുന്ന ഈ മാമിന്റെ വീഡിയോ കാണുന്ന എത്രയോ ആൾക്കാർ ഇൻസ്പയർഡ് ആവും. അതിലൂടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഷെയറിംഗ്. താങ്ക് യു. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരോടും പറയാനുള്ളത്, നമുക്കൊരു നല്ല ഭാവി സ്വപ്നം കാണാം. ലോകത്ത് എന്ത് നടക്കട്ടെ, പലതും നടക്കുന്നുണ്ടാവും. യുദ്ധം നടക്കുന്നുണ്ടാവും, ഡ്രഗ്സിന്റെ പ്രശ്നങ്ങളുണ്ടാവും, മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ. ഒരു സമയത്ത് ഒരു വലിയ പ്രശ്നമായിട്ട് പത്രമാധ്യമങ്ങൾ പലതും എന്താ വെച്ചാൽ പലപ്പോൾ ഡ്രഗ് ആയിരുന്നു ഇത്രയും കാലം. യുദ്ധം വന്നപ്പോൾ യുദ്ധത്തിന് പിന്നാലെ പോയി ഡ്രഗ് ഇപ്പം ഇല്ല. ഓക്കെ, ഡ്രഗിനെ പറ്റിയുള്ള ചർച്ചകളൊന്നുമില്ല. അപ്പൊ അതങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ലോകത്ത് പല സംഗതികൾ സംഭവിക്കും. പക്ഷെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. നമ്മുടെ ഉദ്ദേശം പ്യുവറാക്കി വെക്കുക. ഉദ്ദേശം പ്യുവറാവുക. ഉദ്ദേശം പ്യുവറായി കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി, തൃപ്തിയോട് കൂടിയിട്ട് നമ്മൾക്ക് ജോലികൾ ചെയ്യാൻ കഴിയും. നമുക്ക് പിന്നെ